ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഐ എസ് ഫാക്ടർ. നമ്മളൊരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദർ വേർ സം ഫ്യൂ ഇഷ്യൂസ്. ദർ വാസ് എ ഡെത്ത് ഇൻ ദ ഫാമിലി ആൻഡ് ഐ ലോസ്റ്റ് മൈ ഫാദേഴ്സ് സിസ്റ്റർ. അപ്പം അങ്ങനെ കുറച്ച് തിരക്കുകളും ഇതുകൊണ്ടും ഞാൻ കുറച്ച് സെഷൻസ് മിസ്സായി പോയി. ബട്ട് ഐ ആം ബാക്ക് ടു ദ സീരീസ്. ഇനി നമുക്കടുത്ത അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് തന്നെ നമുക്കടുത്ത 25 എക്സാംസിലേക്കും ഇതിലേക്കും നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോവാം. സോ ആസ് നമുക്ക് ഐ ട്രൈ ടു കവർ ഇറ്റ് അപ്പ് മാക്സിമം പറ്റുന്ന പോലെ നമുക്ക് കവർ അപ്പ് ചെയ്തെടുക്കാം. ആൻഡ് ഐ എം ഓൾസോ ഗോയിങ് ടു ലോഞ്ച് ന്യൂ സെഗ്മെന്റ്സ്. 2025 UPSC എക്സാം എഴുതുന്ന കുറേ ആൾക്കാരുണ്ട്. 25ലേക്കും 26ലേക്കും ഉള്ളതിൽ കുറച്ച് പുതിയ സെഗ്മെന്റ്സ് കൂടെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡു വെയിറ്റ് ആൻഡ് വാച്ച് ദി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. Okay, so let's move up to the most important content. Let's start off with important few news. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ന്യൂസുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. സോ the important news to start with is Parliament sees chaos amid BJP Congress tussle. പാർലമെന്റിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എപ്പോഴും ഹാപ്പൻ ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ പാർലമെന്റിൽ എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ വളരെ കോമൺ ആണ്. അതിനെക്കുറിച്ചിട്ടൊരു 2-3 ദിവസം മുന്നേ നരേന്ദ്രമോദിയുടെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. നോട്ട് 3 days ടു ബി പ്രിസൈസ്, a week ടു ബി പ്രിസൈസ്. അതിൽ പറയുന്നുണ്ട്, അതായത് പാർലമെന്റിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് സമയം വേസ്റ്റ്, ഇങ്ങനെ വഴക്കിട്ടിട്ടും ഇറങ്ങിപ്പോയും സമയം വേസ്റ്റ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് പ്രോസസ്സിന് എതിരാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ മണിപ്പൂർ ഇഷ്യൂ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അദാനിയുടെ ഇഷ്യൂ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന് തീരുമാനമാവാത്തതുകൊണ്ട് തന്നെ ദേ ആർ ആക്ച്വലി ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ പാർലമെന്റ്. അപ്പോൾ ഇങ്ങനത്തെ ചർച്ചകൾ വരുമ്പോൾ ഡെമോക്രാറ്റിക് പ്രോസസ്സാണ് വീക്ക് ആവുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഡെമോക്രാറ്റിക് പ്രോസസ്സ് വീക്കായി പോകുന്നുണ്ട് എന്നുള്ള ഒരു വാദമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ആ ആർട്ടിക്കിൾ അതാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കണ്ടന്റ്, പ്രൊട്ടക്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് സേസ് മൾട്ടിപ്പിൾ പ്ലീസ് ഇൻ സുപ്രീം കോർട്ട്. ഇതിപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ദിസ് ഇസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോംപ്ലിക്കേറ്റഡ്. കാരണം നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്, സുപ്രീം കോടതി ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഇടപെടുന്നുണ്ട്. ഓൾറെഡി യു നോ വാട്ട് ഈസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. നമ്മൾ പല ആർട്ടിക്കിൾസിലും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു പള്ളിയെ അമ്പലമാക്കാനോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിനെ പള്ളിയാക്കാനോ പറ്റില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് പറയുന്ന ഒരു കാര്യമാണ് ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15, 1947 ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആൻഡ് ഇയർ ഫോർ ദിസ്. സോ ഇതനുസരിച്ചിട്ട് ഇതിൽ 2 പ്രധാനപ്പെട്ട ഡിബേറ്റ് ആണ് നടക്കുന്നത്. ഒന്ന്, മുസ്ലിം ഓർഗനൈസേഷൻസ് ഉണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് മുസ്ലിം ഓർഗനൈസേഷൻസ് ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ദർ ആർ എ ലോട്ട് ഓഫ് ഹിന്ദു ഓർഗനൈസേഷൻസ്. സോ ഇതിൽ ഹിന്ദുസ് എന്ന് പറയുമ്പോൾ ഹിന്ദു സപ്പോർട്ടഡ് ബൈ ജെയിൻ, ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ, ബുദ്ധിസ്റ്റ്, സിഖ് മതക്കാർ, 3 ആൾക്കാരും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിംസിൻ്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട കുറേ പള്ളികൾ, ഇപ്പോൾ ഗ്യാൻവ്യാപി മോസ്ക് ആണെങ്കിൽ കാശി, മഥുര കൃഷ്ണ ജന്മഭൂമിയുടെ അവിടെ ഉള്ളതാണെങ്കിൽ അവിടെ അജ്മീറിൻ്റെ ദർഗ ശിവന്റെ അമ്പലമാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ സാംഭാൽ ഷാഹി മോസ്ക്. അപ്പോൾ ഈ പറയുന്ന മോസ്കുകളെല്ലാം 15ാം നൂറ്റാണ്ട് 16ാം നൂറ്റാണ്ടിന് ശേഷം പള്ളികളായിരുന്നതാണ്. ഹിന്ദുസും മറ്റാൾക്കാരും ഇവർ ക്ലെയിം ചെയ്യുന്ന വെച്ചാൽ ബിഫോർ 15th century ഇത് അമ്പലങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്നുള്ള പ്രധാന ആംഗിളും കൂടെ ഇതിനകത്തുണ്ട്. അക്കോർഡിംഗ് ടു സുപ്രീം കോർട്ട് ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ഈ പറയുന്ന ആംഗിൾ വളരെ ക്ലിയർ ആണ്. അതായത് ഓഗസ്റ്റ് 15 ഈ ദിവസം 15 1947 ഇത് എന്താണോ അത് അങ്ങനെ ആയിരിക്കുന്നില്ലേ. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കേസ് എന്താന്ന് വെച്ചാൽ, മുസ്ലിംസ് ഈ ആക്ടിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചോളം ഈ പറയുന്ന എല്ലാ മോണുമെന്റും പള്ളി തന്നെയാണ്. 1947 ഓഗസ്റ്റ് 15 നോക്കുമ്പോൾ ഇതെല്ലാം പള്ളി തന്നെയാണ്. പക്ഷെ ഹിന്ദു ഓർഗനൈസേഷൻ സുപ്രീം കോടതിയിൽ മൾട്ടിപ്പിൾ രീതിയിൽ ബെഞ്ചിൽ വാദിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഹിസ്റ്റോറിക് ഇൻജസ്റ്റിസ്, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇത് അമ്പലമായിരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച് ഇത് വേണമെന്ന് അവകാശവും പെടുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി പറയുന്നുണ്ട്, സുപ്രീം കോർട്ട് ഇസ് നോട്ട് എ പ്ലേസ് ടു സീക്ക് സോലേസ് ഫോർ ഹിസ്റ്റോറിക് റോങ്സ് ഓർ ഹിസ്റ്റോറിക് അൺഡൂയിങ്സ്. ചരിത്രം, വർഷങ്ങൾക്ക് മുന്നേ ചരിത്രത്തിൽ ഞങ്ങൾക്ക് അനീതി സംഭവിച്ചു എന്ന് പറഞ്ഞതിന് റെട്രിബ്യൂഷൻ നൽകാനോ അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കോമ്പൻസേഷൻ തരാനുള്ള സ്ഥലമല്ല കോടതി. കാരണം ഇത് കോടതിയൊക്കെ ഉണ്ടാവുന്ന, നിയമമൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ അല്ലേ. ആൻഡ് മുസ്ലിംസ് ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട്, ഇതെങ്ങാനും മാറ്റുകയാണെങ്കിൽ അത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈനെ മാറ്റുന്ന പോലെയാണ്. ഈവൻ പറയുന്നുണ്ട്, മുസ്ലിം ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട്, പാർലമെന്റിന് ഈ ആക്ട് അമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് പോലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് എ വെരി അഗ്ലി ടേൺ.
the days to come we'll actually see it. And അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ പോളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എടുക്കാനുണ്ട് സിവിൽ സർവീസിന്. ഒന്ന്, യു പിയിലെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജ് ശേഖർ കുമാർ യാദവിനെതിരെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സിനെ കുതിരെ. സോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു ഇവന്റിൽ അദ്ദേഹം ജഡ്ജാണ്, അദ്ദേഹം അലഹബാദ് ഹൈക്കോടതി ജഡ്ജാണ് ശേഖർ കുമാർ യാദവ്. സോ ശേഖർ കുമാർ യാദവ് ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുണ്ടായി, ഒന്ന്, ഇന്ത്യയില് മെജോറിറ്റി തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞു, വിച്ച് ഇംപ്ലൈഡ് ദാറ്റ് മെജോറിറ്റി മീൻസ് ഇന്ത്യ മീൻസ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഹിന്ദുസ്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഹിന്ദുക്കൾ പറയുന്ന പോലെ ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് ഒരു അലഹബാദ് ഹൈക്കോടതി ജഡ്ജാണത് പറഞ്ഞത്. ആൻഡ് അതേപോലെ കൗ സ്ലോട്ടറിനെതിരെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു. കൗ സ്ലോട്ടർ, അങ്ങനെ ഹിന്ദു കുട്ടികളുടെ പഠന രീതി അല്ലെങ്കിൽ ഇസ്ലാമിക് കുട്ടികൾ കൂടുതലും, അങ്ങനത്തെ കുറെ മതപരമായിട്ട് ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. സോ ഇതിനെതിരെ ഓൾറെഡി അദ്ദേഹത്തിന് ഒരു ജഡ്ജിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ എ ജഡ്ജ് ടു ബി ഇംപീച്ച്ഡ്. കഴിഞ്ഞ ഇതേപോലെ നമ്മുടെ ക്ലാസ്സിൽ ആരോ ഒരാൾ ചോദ്യം ചോദിച്ചു, ജഡ്ജിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ജഡ്ജിനെ പുറത്താക്കുക എന്നുള്ള പ്രൊവിഷനെയാണ് ഇംപീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ പോളിറ്റിയിൽ യു ഷുഡ് നോ ഹൗ എ ജഡ്ജ് ഇസ് ഇംപീച്ച്ഡ്. നമ്മൾ ഓൾറെഡി അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. സോ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ദ നോട്ടീസ് നീഡ്സ് ദ എൻഡോഴ്സ്മെന്റ് ഓഫ് 50 MPs in the Rajya Sabha to be considered by the chairman or 100 MPs in the Lok Sabha to be taken up as an impeachment motion in Lok Sabha. സോ രാജ്യസഭയിലും ലോക്സഭയിലും നമുക്കിങ്ങനെ ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ മോഷൻ ഇറക്കാം. രാജ്യസഭയാണെങ്കിൽ 50 MPമാരെങ്കിലും വേണം, ലോക്സഭയാണെങ്കിൽ 100 MPമാർ വേണം. എങ്ങനെയാണ്, എന്തിനാണ് ഒരു ജഡ്ജിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ള പ്രൊവിഷൻ നമുക്ക് ഇന്ത്യൻ പോളിറ്റിയിൽ നിന്നും വളരെ ക്ലീൻ ആയിട്ട് പഠിച്ചിരിക്കണം. സോ വി ഷുഡ് ബി വെരി ക്ലിയർ ഓൺ ദാറ്റ്. ഓക്കെ, അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. ഉറപ്പായിട്ടും ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട പോളിറ്റി വാർത്ത, വൈസ് പ്രസിഡന്റ്, ദ ചെയർമാൻ ഓഫ് രാജ്യസഭയെ റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. രാജ്യസഭയിലെ ചെയർമാനെ തന്നെ കളയണം എന്നാണ് പറയുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇത് യു കെൻ ടേക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് ഇറ്റ്. റെയിൻ ചെക്ക്. ബോട്ട് നാവിഗേറ്റ് ത്രൂ റഫ് വാട്ടേഴ്സ് ഓഫ് ദ കോസ്റ്റ് ഓഫ് പാമ്പൻ ഇൻ രാമനാഥപുരം ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാടു. ഇന്റൻസ് റെയിൻ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. സോ ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ പാമ്പൻ, രാമനാഥപുരം എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയ, നമ്മൾ രാമേശ്വരം, ആ ഒരു ഏരിയ മാപ്പിൽ നമുക്ക് വളരെ ക്ലീൻ ആയിരിക്കണം. സോ ഡെഫിനറ്റ്ലി ഈ ഏരിയയിലൊക്കെ ഡെഫിനറ്റ്ലി ബേ ഓഫ് ബംഗാളിൻ്റെ ഇവിടെ ആയതുകൊണ്ട് തന്നെ സൈക്ലോൺ എഫക്റ്റ് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഏരിയ ആണ് ഇതെല്ലാം. സോ അതൊക്കെ എന്തുകൊണ്ടാണ് ജോഗ്രഫിക്കലി ഈ ഏരിയ സൈക്ലോൺ ഹിറ്റ് ആവുന്നതും നമുക്ക് ഓബ്വിയസ്ലി ആ ഒരു കാരണം അറിഞ്ഞിരിക്കണം. സോ ഇന്ത്യയുടെ നമുക്ക് ഈ ഒരു സൈഡ്, അതായത് വെൻ യു ലുക്ക് അറ്റ് ദി ഈസ്റ്റേൺ കോസ്റ്റ്, ഇവിടെയുള്ള കോസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ സൈക്ലോൺസ് ഉണ്ടാവുന്നത്. അത് ഈ പറയുന്ന റീജിയൻസിലൊക്കെ പോയി ഹിറ്റ് ചെയ്യാൻ പതിവ്. ഇതൊക്കെ പോയി ഇവിടെയൊക്കെ പോയി ഹിറ്റ് ചെയ്യുന്നത്. സോ അത് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാരണമാണ്. സോ ലോങ് റണ്ണിൽ വി ഷുഡ് ബി നോയിങ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദാറ്റ്. ഓക്കെ, സോ അതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ അടുത്തതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സയന്റിസ്റ്റ് ഡെവലപ്പ് നോവൽ ജീൻ തെറാപ്പി ടു പ്രൊവൈഡ് വൺ ടൈം സൊല്യൂഷൻ ഫോർ ഹീമോഫീലിയ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് വി ഷുഡ് നോ വാട്ട് ഈസ് ഹീമോഫീലിയ എന്നുള്ളൊരു കോൺസെപ്റ്റും നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട്. സോ എന്താണ് ഹീമോഫീലിയ, എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്നുള്ളതും കൂടെ നമുക്ക് ഇവിടെ ഒരു ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. സോ ഹീമോഫീലിയ, എ റെയർ ഹെറിഡിറ്ററി ഡിസീസ് റിസൾട്ടിംഗ് ഫ്രം എ ഫോൾട്ടി ജീൻ വിച്ച് ട്രിഗേഴ്സ് സിവിയർ സ്പോണ്ടേനിയസ് പൊട്ടൻഷ്യലി ഫേറ്റൽ ബ്ലീഡിംഗ് എപ്പിസോഡ്സ്. ഇങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇങ്ങനെ വായിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഹീമോഫീലിയ ഒരു ഫോൾട്ടി ജീനാണ്. ഇങ്ങനെ സംഭവം മനസ്സിലാക്കി. സോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ബോഡിക്ക് ക്ലോട്ട്സ് ഉണ്ടാക്കുന്നത്, എബിലിറ്റി ടു മേക്ക് ക്ലോട്ട്, അതായത് ഇതൊരു എബിലിറ്റിയാണ്. എബിലിറ്റി എന്തുകൊണ്ടുള്ള എബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ എബിലിറ്റി ടു മേക്ക് ക്ലോട്ട്സ്. ഈ ക്ലോട്ട്സ് അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി എബിലിറ്റി ടു മേക്ക് ക്ലോട്ട്സ് സ്റ്റോപ്സ്. ഇത് കംപ്ലീറ്റ്ലി നിന്ന് പോകും. അതായത് ബോഡിക്ക് ക്ലോട്ട്സ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി നിന്ന് പോകും. സോ എന്താ സംഭവിക്കുക വെച്ചാൽ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവണ്ടേ, നമുക്കിങ്ങനെ ബ്ലീഡിങ് നിൽക്കില്ല, അതിങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ബോഡിക്ക് ഈ ഹീമോഫീലിയ വന്നു കഴിഞ്ഞാൽ ക്ലോട്ട്, എബിലിറ്റി ടു ക്ലോട്ട്, ദി ബോഡീസ് എബിലിറ്റി ടു മേക്ക് ക്ലോട്ട് സ്റ്റോപ്സ്, അത് സ്റ്റോപ്പായി പോകും. പിന്നെ ഇതിങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും, മോർ ആൻഡ് മോർ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഹെവിയാണ്. ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് പലതരം ഹീമോഫീലിയ എന്നാണ് ഇതിൽ നമുക്ക് എടുത്ത് പറയുന്നത്. ഹീമോഫീലിയ എ ആൻഡ് ഹീമോഫീലിയ ബി എന്ന് പറയുന്നുണ്ട്.
സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമൽ രീതിയിൽ ടിപ്പിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഫ്രീക്വന്റ് ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും. സോ എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ ക്ലോട്ടിംഗ് ഫാക്ടർ, ഇൻഫ്യൂഷൻസ് ഓഫ് എ ക്ലോട്ടിംഗ് ഫാക്ടർ ടു പ്രിവെന്റ് ബ്ലീഡിങ്. അപ്പൊ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ആസ് ഇഞ്ചക്ഷൻസ് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ കൊടുക്കും. അല്ലെങ്കിൽ ഇറ്റ്സ് കോൾഡ് മോണോക്ലോണൽ ആന്റിബോഡീസ്. മോണോക്ലോണൽ ആന്റിബോഡീസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് നോർമൽ രീതി. പക്ഷേ ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇതിനെക്കാട്ട് ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത് ജീൻ തെറാപ്പിയാണ്. ഇതാണ് ഏറ്റവും വൺ ടൈം സൊല്യൂഷൻ എന്ന് പറയുന്നത്. A gene introduced into the body teaches it to create enough clotting factor that can prevent hemorrhage. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഇത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ജീൻ തെറാപ്പി പറയുന്നത്. ഒരു ജീൻ വളരെ കൃത്യമായിട്ട് തന്നെ ഇത് വൺ ടൈം സൊല്യൂഷൻ കൊണ്ടുവരും. ഇത് ബോഡിയെ പഠിപ്പിക്കും എങ്ങനെയാണ് ക്ലോട്ടിംഗ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. So please understand, India has the world's second largest patient pool. 40,000 മുതൽ 1,00,000 പേഷ്യൻസ് വരെ. ഹീമോഫീലിയ ഇസ് എ റയർ ഡിസോർഡർ ആണെങ്കിൽ പോലും ഇന്ത്യയിൽ സെക്കൻഡ് ലാർജസ്റ്റ് പേഷ്യന്റ് പൂൾ ഉണ്ടെന്നാണ് പറയുന്നത്. സോ വി ഹാവ് ടു ബി വെരി ക്ലിയർ. സോ സിവിയർ ഹീമോഫീലിയ എ ഹാവ് ലെസ് ദൻ 1% ക്ലോട്ടിംഗ് ഫാക്ടർ. സോ മറ്റു കാര്യങ്ങൾ ഇതിനകത്ത് ഓർത്ത് വെച്ചോളൂ. നോർമൽ രീതിയിൽ ഹീമോഫീലിയ പേഷ്യന്റ് ട്രീറ്റ് ചെയ്യാൻ ഏകദേശം നമ്മൾ നോർമൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ ഏകദേശം 2.5 കോടി രൂപയാണ് ഏകദേശം വരുന്നത് 10 മാസത്തേക്ക്. സോ ഇത് നമുക്കിനി ജീൻ തെറാപ്പിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജീൻ തെറാപ്പി ട്രീറ്റ്മെന്റ്, ജീൻസ് വെച്ചിട്ട് നമുക്ക് ഈ അസുഖം ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് ഹീമോഫീലിയ? ജീൻ, ഈ നോവൽ ജീൻ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് ഇനി അടുത്ത സ്റ്റേറ്റ് വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ വി ക്യാൻ ഗോ ടു ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ന്യൂസ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് എൻ ഐഡിയ അബൌട്ട് സുബ്രഹ്മണ്യ ഭാരതി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്തരം ഫിഗേഴ്സ് എല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് യു ക്യാൻ സീ ദിസ് പിക്ചർ. സുബ്രഹ്മണ്യ ഭാരതീസ് തോട്ട്സ് ഇൻസ്പയർ അസ്. സോ ദ വെരി ഫേമസ് പോയറ്റ്, ഇന്ത്യയുടെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ലെജൻഡറി പോയറ്റ് ആണ് സുബ്രഹ്മണ്യ ഭാരതി. സോ തമിഴ് സ്റ്റാറ്റസിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്തതാണ്. സോ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. So it's in 21 volumes, the hard work of Mr. Vishwanathan. അദ്ദേഹത്തിന് ഒരു തപസ് പോലെ ഇത് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇങ്ങനൊരു ബുക്ക് 23 വോളിയം ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. സോ പ്രധാനമന്ത്രി പറയുന്നുണ്ട് വിശ്വനാഥൻ, അതായത് വിശ്വനാഥന്റെ ഈ വർക്ക് കാണുമ്പോൾ ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് മഹാോപാധ്യായ പാണ്ഡുരംഗ് വാമൻ കാനെ. ഒരാളുടെ പേരാട്ടോ, മഹോപാധ്യായ പാണ്ഡുരംഗ് വാമൻ കാനെ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. who had spent 35 years of his life writing the history of ധർമ്മശാസ്ത്ര. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്ര എന്ന് പറയുന്നത് വാമൻ കാനെ, പാണ്ഡുരംഗ് വാമൻ കാനെയാണ് ഇത് കൊണ്ടുവന്നത്. അദ്ദേഹത്തിനെ പോലെ തന്നെയാണ് വിശ്വനാഥ്. അത്രയും സമയമെടുത്തിട്ടാണ് കണ്ടോ അദ്ദേഹത്തിന്റെ കോമ്പൻഡിയം കംപ്ലീറ്റ് വർക്ക് ഇത്രയും സമയമെടുത്തിട്ടാണ് സുബ്രഹ്മണ്യ ഭാരതിയെ കുറിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഭാരതി ഈസ് നോട്ട് ജസ്റ്റ് ദ ഹെറിറ്റേജ് ഓഫ് തമിഴ്നാടു ആൻഡ് തമിഴ് ലാംഗ്വേജ് ബട്ട് ഓൾസോ ഓഫ് ഇന്ത്യ. മോഡി പറഞ്ഞൊരു സംഭവമാണ്. അദ്ദേഹം പോയറ്റ് മാത്രമല്ല, റിലീജിയസ് റിഫോമർ ആണ്, എല്ലാമാണ്. സോ ഈസ് എ ലോട്ട് ഓഫ് തിങ്സ് കമ്പൈൻ ടുഗെദർ. ആൻഡ് അതും പറയുന്നുണ്ട്. ആൻഡ് അദ്ദേഹം കാശി ആയിട്ടുള്ള സ്പിരിച്വൽ ബോണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. ബിക്കോസ് കാശിയിലും സുബ്രഹ്മണ്യ ഭാരതി സ്പെൻഡ് സം ടൈം. സോ കാശിയും സുബ്രഹ്മണ്യ ഭാരതിയും തമിഴും തമ്മിലുള്ള ബന്ധം ഇവിടെ പറയുന്നുണ്ട്. സോ കോൺട്രിബ്യൂഷൻ ടു ദിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതലുള്ള സുബ്രഹ്മണ്യ ഭാരതിയെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആസ് എ പോയറ്റ്, ആസ് എ സോഷ്യൽ റിഫോമർ, എല്ലാം നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. സോ അടുത്ത പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റുകയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ മോൾസ് അലോവിംഗ് ട്രെക്കേഴ്സ് ടു ക്യാരി സാറ്റലൈറ്റ് ഫോൺസ് ഇൻ റിമോട്ട് ഏരിയാസ്. സോ ഈ ട്രെക്കിങ്ങിന് പോകുമ്പോൾ ജമ്മു കാശ്മീരിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നുണ്ട്, ജമ്മു കാശ്മീർ ഭയങ്കരമായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ ഗവൺമെന്റ് ആണെങ്കിലും. പക്ഷേ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ അവിടെ മിലിറ്റൻസിയും ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ടില്ല ഇത്രയും ഹ്യൂജ് മിലിറ്റൻസി. എത്ര സോൾജേഴ്സ്, ആർമിയോ, BSF ഓഫീസ്, പാരാമിലിറ്ററി ഫോഴ്സ് ഓഫീസേഴ്സ് ആണ് മരിച്ചതെന്നില്ലേ. സോ കശ്മീരിൽ ടൂറിസം വളർത്താൻ ശ്രമിക്കുന്ന പോലെ തന്നെ മിലിറ്റൻസി ഉണ്ട്. പറയുന്നുണ്ട് ടൂറിസത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏകദേശം 40,000 ടൂറിസ്റ്റുകളാണ് കശ്മീർ വിസിറ്റ് ചെയ്തത്. സോ ഈ ട്രെക്കിങ്ങിന് പോകുന്ന സമയത്ത് ഗവൺമെന്റ് ഇവിടെ ട്രെക്കിങ്ങിന് വലിയ മൗണ്ടൻ ടോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ എല്ലാവർക്കും സാറ്റലൈറ്റ് ഫോൺസ് കൊടുക്കാനുള്ള സാറ്റ് ഫോൺസ്, ഇറ്റ്സ് കോൾഡ് എ സാറ്റ് ഫോൺ. ട്രെക്കിങ്ങിന് വരുന്ന ആൾക്കാർക്കെല്ലാം സാറ്റ് ഫോൺസ് കൊടുക്കാനുള്ള
ഫെസിലിറ്റീസും കൂടെ കൊണ്ടുവരണം. അതിന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എല്ലാവരും കൂടെ ചർച്ച ചെയ്യണം കേട്ടോ. പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഒക്കെ അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണം. കാരണം ഇങ്ങനെ എല്ലാവർക്കും സാറ്റ് ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ടെററിസമാണ് വലിയൊരു പ്രശ്നം. കാരണം ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ ടെററിസ്റ്റുകൾ മിലിറ്റൻസ് ചെയ്ത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. മിലിറ്റൻസിന്റെ കയ്യിലും ടൂറിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കയ്യിലും ഇത് കിട്ടുന്നുണ്ട്. സോ ഇത് വലിയൊരു സംഭവമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ സാറ്റ് ഫോൺസും കൂടെ കൊടുക്കാൻ പറയുന്നുണ്ട്. സോ മറ്റ് വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ് ദിസ് ഇസ് നോട്ട് എൽസ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒരു പ്രധാനപ്പെട്ട കോട്ട റോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ മുനിസിപ്പൽ കമ്മീഷൻ കോർപ്പറേഷൻ ഓഫ് ഡൽഹി, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹിയിൽ ഇവിടെ ഓൾറെഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൊസിഷൻസിലേക്ക് ജോലിയിൽ റിസർവേഷൻ എല്ലാവർക്കും കൊടുക്കണമല്ലോ. അപ്പോൾ റിസർവേഷൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പലപ്പോഴും റിസർവേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഇവിടുത്തെ MCDയിലെ അപ്പോയിൻമെൻറ്റിലും ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി റോസ്റ്റേഴ്സ്, അതായത് അതിൻ്റെ ഒരു ലിസ്റ്റിൽ ഷെഡ്യൂളിൽ റിസർവേഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. ഇത് കഴിഞ്ഞൊരു ദിവസം ബൃന്ദ കാരാട്ടും ഇതേപോലത്തെ ഒരു സിമിലർ ഇഷ്യൂ റേസ് ചെയ്തിരുന്നു. അതായത് ഗവൺമെൻറ് ജോലിയിൽ ജോബ്സിൽ റിസർവേഷൻ കോട്ടാസ് ആർ നോട്ട് ആഡഡ് പ്രോപ്പർലി. ഇത് ബൃന്ദ കാരാട്ടിന്റെ കണ്ടുപിടുത്തം മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം IIM IITയിലും പറയുന്നുണ്ടായിരുന്നു SC ST അല്ലെങ്കിൽ റിസർവേഷനുള്ള കാറ്റഗറിയിലുള്ള ടീച്ചേഴ്സ് വളരെ കുറവാണ്, ഇവരിത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. സോ മൊത്തത്തിൽ ഇതൊരു വലിയൊരു ചലഞ്ചും കൂടാണ്. ഇന്ത്യയിൽ റിസർവേഷൻ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിസർവേഷൻ വെൻ ദ ഹോൾ റിസർവേഷൻ ലിസ്റ്റ് ഇസ് നോട്ട് ഈവൻ പബ്ലിഷ്ഡ്? അതാണ് വലിയൊരു ചോദ്യം ഇവിടെ ചോദിക്കേണ്ടത്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് പോയിന്റ് ഇസ് ഓൾസോ ക്ലിയർ. ഇത്രയും കാര്യങ്ങളോട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. I've already discussed much of the topics and moving on to the next important states. അല്ലു അർജുനെതിരെ കേസ് എടുത്തിരിക്കുകയാണല്ലോ. ആ കേസ് ഓൾറെഡി അല്ലു അർജുൻ ആ സിനിമയിൽ ആ ഒരു സ്ത്രീയും മോനെ കൊണ്ട് വന്ന ആ സ്ത്രീ മരിച്ചു എന്നൊക്കെ അറിയാം. അല്ലു അർജുൻ ഓൾറെഡി 25 lakhs കൊടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും പത്രത്തിൽ വായിച്ചിട്ട്. പക്ഷെ അല്ലു അർജുന്റെ വക്കീൽ ചോദിക്കുന്നുണ്ട്, ഹൗ ഇസ് ഇറ്റ് അമൗണ്ടിങ് ടു ക്രിമിനൽ ലയബിലിറ്റി, എനി സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ? അതായത് അവിടെ ഒരു ക്രൗഡ്, അവിടെ അല്ലു അർജുൻ വന്നു, അവിടെ ഓവർ ക്രൗഡിങ് വന്നു. ആ ഓവർ ക്രൗഡിങ്ങിൽ ഒരു സ്ത്രീ മരിച്ചതിൽ എങ്ങനെയാണ് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര ഭയങ്കര സെക്യൂരിറ്റി ലാപ്സ്, വേണ്ടത്ര സെക്യൂരിറ്റി എടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസും ഇവിടെ ഉണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, വിൽ ഡെവലപ്പ് അമരാവതി ഇൻ 3 years, ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ടെൽസ് സുപ്രീം കോർട്ട്. ഓൾറെഡി സുപ്രീം കോർട്ടിനോട് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നമുക്കറിയാം ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് ആയിട്ട് മാറിയല്ലോ. ആന്ധ്രാപ്രദേശ് 2ആയി മാറി, ഇപ്പൊ തെലങ്കാനയായി. സോ ഇതിൽ പ്രധാനപ്പെട്ട, പണ്ട് ആന്ധ്രാപ്രദേശ് എന്ന് നമുക്ക് പറയുമ്പോൾ, ആന്ധ്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് ഹൈദരാബാദ് ആയിരുന്നു. പക്ഷെ ഹൈദരാബാദ് തെലങ്കാന കൊണ്ടുപോയി. സോ ആന്ധ്രാപ്രദേശ് പുതിയ ക്യാപിറ്റൽ നോക്കുകയാണ്, ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റി കോൾഡ് അമരാവതി. അപ്പൊ അമരാവതി ഒരു പുതിയ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണ്ടേ? അവിടെ റവന്യൂസ് റിസോഴ്സസ് വേണം, അല്ലെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ആവാനുള്ള എല്ലാ സന്നാഹങ്ങളും അവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ അത് ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ പറയുന്നത്. ചന്ദ്രബാബു നായിഡു പറയുന്നത് ഇമ്മീഡിയറ്റ്ലി തന്നെ അമരാവതിനെ ഒരു വേൾഡ് ക്ലാസ് സിറ്റി ആക്കി മാറ്റും, ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി മാറ്റും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ക്യാപിറ്റൽ സിറ്റി വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയൊക്കെ എങ്ങനെയാണ് ലാർജ് ആയിട്ട് ഉണ്ടാക്കേണ്ടതെന്നുള്ള വലിയൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ കേരളത്തിലെ ഹേമ കമ്മിറ്റിയുടെ പേരിൽ 32ഓളം FIR ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. പല ആൾക്കാരും ജാമ്യം എടുക്കുന്നുണ്ട്, പല ആൾക്കാർക്കെതിരെ കേസ് പിൻവലിക്കുന്നുമുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ സുപ്രീം കോർട്ട് സീക്സ് റെസ്പോൺസ് ഫ്രം ഗുരുവായൂർ പാനൽ ഓൺ ഉദയാസ്തമന പൂജ. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസാണ്. അത് ഓൾറെഡി ഇപ്പുറത്തെ സൈഡിൽ ഗുരുവായൂരിൻ്റെ ഒരു നടത്തിപ്പ് അവകാശം, അവിടുത്തെ ദേവസ്വം കാര്യങ്ങളോ ഒരു സംഭവം ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് അവിടുത്തെ തന്ത്രിമാർ തമ്മിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പുറത്തെ പബ്ലിക്കും ഉണ്ട്. അതായത് ഗുരുവായൂർ ഉദയാസ്തമന എന്ന് പറയുമ്പോൾ തന്നെ ഉദയം മുതൽ അസ്തമനം വരെ, സൺറൈസ് ടു സൺസെറ്റ് വരെ നടത്തുന്ന പ്രത്യേകതരം പൂജയാണ്. സോ ഇത് വൃശ്ചിക ഏകാദശി അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നടത്തുന്നതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭയങ്കര എക്സോസ്റ്റിക് പൂജയാണ്. അപ്പോൾ ഈ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ ഈ പൂജ നടത്തണ്ടെന്ന് തീരുമാനിച്ചു. കാരണം ഈ പൂജ നടത്തിയാൽ പബ്ലിക്കിന് പ്രാർത്ഥിക്കാൻ ഡിഫിക്കൽട്ട് ആവുമെന്ന് പറഞ്ഞിട്ട് ഈ പൂജ നടത്തിയില്ല. അപ്പോൾ അവിടുത്തെ തന്ത്രിമാർ സുപ്രീം കോടതി വരെ കേസ് കൊടുത്തതാണ്. ഗുരുവായൂർ ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഈ ഉദയാസ്തമന പൂജ വേണ്ട, വൃശ്ചിക ഏകാദശിക്ക് തൽക്കാലം പബ്ലിക് കൺവീനിയൻസിന് വേണ്ടിയാണ് ഇത് നടത്തണ്ടെന്ന് പറഞ്ഞത്. The petitioners led by PC Hari representing senior advocates Karthik Ashok were members of Mana, പുഴക്കര ചെന്നസ് മന തന്ത്രി ഫാമിലി ഓഫ് ഗുരുവായൂർ ടെമ്പിൾ. ഇവരാണ് പറഞ്ഞത്
പഴയ ആചാരങ്ങൾ മാറ്റാൻ പറ്റില്ല. ഗുരുവായൂർ ദേവസ്വം ആക്ട് 1978 അനുസരിച്ചിട്ട് യു കനോട്ട് ചേഞ്ച് ദിസ്. സോ ഗുരുവായൂർ ഏകാദശി ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആനുവൽ ഫെസ്റ്റിവൽസ് ഒബ്സർവ്ഡ് ഇൻ ദ ടെമ്പിൾ. ഈ പക്ഷെ ഏകാദശിക്കാണ് ഇത് നടത്തണ്ടെന്ന് തീരുമാനിച്ചത് വലിയ തെറ്റാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് ഫുൾ നടത്തിയാൽ പബ്ലിക്കിന് തൊഴാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഗുരുവായൂർ ദേവസ്വംകാർ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വാർത്ത അവിടെ. ഇത് അടുത്തത് ഫോമർ യൂണിയൻ മിനിസ്റ്റർ ആൻഡ് കർണാടക, വളരെ ഫേമസ് ആയിട്ടുള്ള കർണാടക ചീഫ് മിനിസ്റ്റർ SM കൃഷ്ണ വാസ് ക്രിമേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണേഴ്സ്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് നേതാവാണ് SM കൃഷ്ണ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 92. ഈസ് എ വെരി ഗ്രേറ്റ് ലീഡർ. ഭയങ്കര ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഴയ യൂണിയൻ മിനിസ്റ്ററും കൂടെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മിനിസ്റ്ററാണ്. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. SM കൃഷ്ണ പണ്ട് എപ്പോഴും പത്രങ്ങളിൽ എപ്പോഴും വന്നിരുന്നതാണ്. സോ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വാർത്ത. ഇനി അടുത്ത മൂവിങ് ഓൺ ടു ദ എഡിറ്റോറിയൽസ്. എഡിറ്റോറിയലിൽ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് Parliament must remain the forum for airing the views of all representatives. ഇത് വേറെ ഒന്നുമല്ല. ഇവിടെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യസഭ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ ഡിബേറ്റ് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞുതരാം. അതായത് രാജ്യസഭ ഒരറ്റത്ത്, രാജ്യസഭയിൽ ഇവരറ്റത്ത്, ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിഷൻ കോൺഗ്രസ് പാർട്ടി, ഇപ്പുറത്തെ സൈഡിൽ ആൻഡ് കോൺഗ്രസ് പാർട്ടി, ഇപ്പുറത്തെ സൈഡിൽ BJP. അപ്പോൾ ഈ കഥ നമുക്ക് ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇവിടെ ഇത്രയും മനസ്സിലാക്കുമ്പോൾ രാജ്യസഭയുടെ ചെയർമാൻ, അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, രാജ്യസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഇവിടെ പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാജ്യസഭയിലെ വൈസ് പ്രസിഡന്റ്, അതായത് രാജ്യസഭയിലെ ചെയർമാൻ, നമ്മൾ വൈസ് പ്രസിഡന്റ് ആണെന്ന് പറയുന്നല്ലോ, രാജ്യസഭയിലെ ചെയർമാൻ കോൺഗ്രസ് പാർട്ടി ആരോപിക്കുകയാണ് ഈ ചെയർമാൻ, ഈ വ്യക്തി മല്ലികാർജുൻ ഖാർഗെ ഒരുപാട് ആൾക്കാർക്കെതിരെ ഒന്നും സംസാരിക്കാനുള്ള റൈറ്റ് ഒന്നും കൊടുക്കാതെ ഭയങ്കര ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നു, BJPനെ അനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റോടെ നമുക്ക് മനസ്സിലാക്കണം. രാജ്യസഭ ചെയർമാൻ ആണെങ്കിലും ലോക്സഭ സ്പീക്കർ ആണെങ്കിലും യു ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫാക്ടർ. വെദർ ഇറ്റ് ഇസ് എ ലോക്സഭ സ്പീക്കർ ഓർ എ രാജ്യസഭ ചെയർമാൻ, ഇവർ രണ്ടുപേരും ദേ ഷുഡ് ബി അപ്പോളിറ്റിക്കൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ഷുഡ് ബി അപ്പോളിറ്റിക്കൽ ഇൻ ദ സെൻസ് അവർക്ക് പാർട്ടി പാടില്ല. ഈവൻ ദോ ഒരു പാർട്ടി ഇലക്ഷൻ വന്ന് ജയിച്ചു വന്ന ആൾക്കാരാണെങ്കിലും അവർ ഭയങ്കര ഇംപാർഷ്യലായിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ്, നിഷ്പക്ഷമായി നിൽക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ ഇവര് അങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് പാർട്ടി, ഒപ്പോസിഷൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് രാജ്യസഭ ചെയർമാനെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. സോ പോളിറ്റിയിലേക്ക് പോയിട്ട് നിങ്ങൾ അറിയണം, ഒരു രാജ്യസഭയിലെ ചെയർമാനെ അല്ലെങ്കിൽ ലോക്സഭ സ്പീക്കറിനെ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് പ്രൊസീജിയർ ആണ് എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് പറയുന്നത് എന്തായാലും ജയിക്കാൻ പോകുന്നില്ല. ഇത് 60 members of Rajya Sabha have expressed loss of confidence in Chairman Jagdeep Dhankar, who is the Vice President. These members from opposition have given a notice for resolution seeking his removal from office. The resolution is unlikely to face a vote and will be defeated if it does. ഇത് വോട്ട് ജയിക്കില്ല. റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് ജയിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ BJP മെജോറിറ്റിയിൽ ഇരിക്കുകയല്ലേ, BJP അല്ലേ മെജോറിറ്റി, ഭയങ്കര മെജോറിറ്റി അല്ലേ. അപ്പൊ അതുകൊണ്ട് വോട്ടിൽ ജയിക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു മോഷൻ ഉണ്ടാവാൻ പാടില്ല. കാരണം അവിടെ ലോക്സഭ സ്പീക്കർ ആണെങ്കിലും രാജ്യസഭ ചെയർമാൻ ആണെങ്കിലും എല്ലാവരും ഒപ്പോസിഷൻ ആണെങ്കിലും നല്ലൊരു ബാലൻസിൽ പോയാൽ മാത്രമേ ഡെമോക്രസി നന്നായി ഫംഗ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. പിന്നെ 2 എക്സ്ട്രാ 3 കാര്യങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. സോ അത് ആദ്യം രാജ്യസഭ ചെയർമാനാണ്, രാജ്യസഭയിലെ ചെയർമാനെയാണ് റിമൂവ് ചെയ്യണമെങ്കിൽ, അതായത് വൈസ് പ്രസിഡന്റിനെ അല്ലെങ്കിൽ ചെയർമാനെയാണ് റിമൂവ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും രാജ്യസഭയിലാണ് റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രാജ്യസഭയിലാണ് റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത്. ആൻഡ് അങ്ങനെ റെസൊല്യൂഷൻ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിമൂവലിന്റെ കണ്ടീഷൻ. ഇത് എക്സ്ട്രാ പറയുന്നതാണ് പോയിന്റ്, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാലും പറയുന്ന എന്ന് പറയുന്നത് പ്രൂവ്ഡ് ഇൻകപ്പാസിറ്റി ആണ്. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആണ് ആൻഡ് ഇൻകപ്പാസിറ്റി, ഇതാണ് പറയുന്നത്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 2 സാധനങ്ങളും ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്താണ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ എന്നോ ഇൻകപ്പാസിറ്റി എന്നോ ചെയ്തിട്ടില്ല. അപ്പൊ ശരിക്കും ഏകദേശം പറയുന്നത് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് 14 ദിവസത്തെ നോട്ടീസ് അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. ആൻഡ് അതിനുശേഷമുള്ള പ്രധാന കണ്ടീഷനാണ് 20% ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ്. 20% ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ആൾക്കാർ പ്രപ്പോസ് ആണ്. ഇതിൽ 60 പേരുണ്ട് ഓൾറെഡി. 250 പേരുണ്ട്. 50 പേര് പറഞ്ഞാൽ മതി. 250 പേരിന്ന് ഏകദേശം 50 പേര് പറഞ്ഞാൽ മതി. ആൻഡ് അത് മാത്രമല്ല അഡ്വാൻസ് കൊടുത്തിട്ട് സപ്പോർട്ട് ഓഫ് മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ്, മൊത്തം മെജോറിറ്റി കിട്ടണം. അതായത് ടോട്ടൽ മെമ്പർഷിപ്പിന്റെ ഹൗസിന്റെ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റി കിട്ടാൻ വേണം. അതിനുശേഷം 2/3 മെജോറിറ്റി PNA, പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, PNV എന്നാണ് പറയുന്നത്.
അത് മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പും കിട്ടണം. പിന്നെ 2/3 മെമ്പേഴ്സ് PNV എന്ന് പറയുമ്പോൾ പ്രസന്റ് ആൻഡ് വോട്ടിംഗ്, അത്രയും ആൾക്കാർ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ ലോക്സഭയിലും പോകണം. ലോക്സഭയിലും ഇതേപോലെ പോയി കഴിഞ്ഞിട്ടും അവിടെയും മെജോറിറ്റി ടോട്ടൽ മെമ്പർഷിപ്പിന്റെ മെജോറിറ്റിയും പിന്നെ 2/3 PNV പ്രസന്റ് ആൻഡ് വോട്ടിംഗ് അവിടെയും കൊണ്ടുവരണം. എന്നാൽ മാത്രമേ വൈസ് പ്രസിഡന്റിനെ അല്ലെങ്കിൽ ചെയർമാൻ ഓഫ് രാജ്യസഭയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൊസീജിയർ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓർത്ത് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ. അപ്പോൾ അതും കൂടെ ഇവിടെ ഓർത്ത് വെക്കണം. സോ പിന്നെ അടുത്തത് രണ്ട് റിമൂവലാണ് പറയുന്നത്. പിന്നെ ഹൈക്കോടതി ജഡ്ജിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശേഖർ കുമാർ യാദവ് അലഹാബാദ് ഹൈക്കോർട്ടിൽ ഹിന്ദുസ് ആയിരിക്കും മൊത്തം ഇനി കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെജോറിറ്റി പറയുന്നതാണ് ഇന്ത്യയിൽ നടക്കുള്ളൂ എന്നാണ്. ദിസ് ഇസ് ഇന്ത്യ ആൻഡ് ഇറ്റ് വിൽ ബി റൺ ആസ് പെർ ദ വിഷസ് ഓഫ് മെജോറിറ്റി. ഇന്ത്യ ഹിന്ദുസ്, അപ്പൊ മെജോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഹിന്ദുസ് ആണ്. അപ്പൊ ഒരിക്കലും പിന്നെ കൗവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹിന്ദു കുട്ടികൾക്ക് കൈൻഡ്നസ് അറിയാം, മുസ്ലിം കുട്ടികൾക്ക് എല്ലാം ആനിമൽ കില്ലിംഗ് മാത്രമേ അറിയുള്ളൂ എന്നുള്ള വളരെ സീരിയസ് ആയിട്ടൊരു ഒഫൻസോടെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് പറയുന്നുണ്ട്, കൗ ഇസ് ദി ഓൺലി ആനിമൽ. അദ്ദേഹത്തിന്റെ തന്നെ പ്രീവിയസ്ലി നോൺ ജഡ്ജ്മെന്റ് ഒബ്സർവേഷൻ ആണ്, കൗ ഇസ് ദി ഓൺലി ആനിമൽ വിച്ച് ഇൻഹെയിൽസ് ആൻഡ് എക്സെയിൽസ് ഓക്സിജൻ. ഇത് പലപ്പോഴും മിത്തായിട്ടാണ് പറയുന്നത്. കാരണം അങ്ങനെയൊന്നുമില്ല, ഓക്സിജൻ എടുത്താലും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടണം. പക്ഷെ ഇങ്ങനെ ഒരു മിസ്കോൺസെപ്ഷൻ പറയുന്നുണ്ട്, കൗ ഇസ് ദി ഓൺലി ആനിമൽ വിച്ച് ഇൻഹെയിൽസ് ആൻഡ് എക്സെയിൽസ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ജഡ്ജ് ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യുന്നത്. അത് ഓർത്തു വെക്കുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത് ലണ്ടനിലൊരു കാര്യം തന്നെയാണ്, ദ ലോങ് ആൻഡ് കോംപ്ലെക്സ് റോഡ് ടു അസിസ്റ്റഡ് ഡൈയിങ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പൊ ഇതിൽ വേറൊന്നുമല്ല, ബ്രിട്ടനിൽ കൊണ്ടുവന്നൊരു പുതിയ നിയമമാണ്. ഓൾറെഡി നമ്മൾ കുറഞ്ഞ ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ടെർമിനലി ഇൽ അഡൽട്സ് എൻഡ് ഓഫ് ലൈഫ് ബിൽ 2024 അസിസ്റ്റഡ് ഡൈയിങ് ലോ. ടെർമിനലി ഇൽ അഡൽട്സ് എൻഡ് ഓഫ് ലൈഫ് ബിൽ അസിസ്റ്റഡ് ഡൈയിങ് ലോ. അതായത് വേണമെങ്കിൽ തീരെ ഇർറിപ്പയറബിൾ അല്ലെങ്കിൽ ഇർറീപ്ലേസബിൾ മെഡിക്കൽ കണ്ടീഷനുള്ള, തീരെ വയ്യ, ഇനി ഏകദേശം 6 മാസത്തോളം പറയുന്നുണ്ട്, ഏകദേശം ഇനി 6 മാസത്തോളം നമുക്കുള്ളൂ, തീരെ നിവൃത്തിയില്ല, ജീവിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല, അങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്ത് യൂത്തനേഷ്യ, ഒരു തരത്തിൽ നമുക്കറിയാലോ മേഴ്സി കില്ലിംഗ് പോലെ, അവരെ വേണമെങ്കിൽ മരണത്തിലേക്ക് നമുക്ക് അസിസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് നിയമമാവാൻ പോവാണ്. അപ്പോൾ ഇതിന് ഒരുപാട് എത്തിക്കൽ ആംഗിളും കൂടെ ഉണ്ട്. ആൻഡ് ഷുവർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മിസ്യൂസ്. ഒരുപാട് മിസ്യൂസുകൾ ഇത് ലോ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതിനെക്കാട്ടും കൂടുതൽ ഒരുപാട് രോഗികൾക്ക്, അങ്ങനെയുള്ള ഒരുപാട് രോഗികളുണ്ടല്ലോ, അവസാനം ഒന്നും ചെയ്യാനില്ല, ഇനി ഒന്നുമില്ല, ഒരുതരം വെജിറ്റേറ്റീവ് എക്സിസ്റ്റൻസിൽ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് മരിക്കുന്നതാണെന്ന് പറയുന്ന പോലെ അതിനെ അസിസ്റ്റഡ് ഡൈയിങ്, അവരെ സഹായിക്കുക മരിക്കാൻ വേണ്ടി. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒപ്പോസിഷൻ ഉണ്ട്. ട്രഡീഷണൽ, ഫിലോസോഫിക്കൽ, റിലീജിയസ്, ഫെയ്ത്ത് എല്ലാം പറയുന്നുണ്ട് അങ്ങനെ മരണം, നമ്മൾ ഒരാളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇനി ഒരു ചോദ്യം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഇപ്പോൾ റൈറ്റ് ടു ലിവ് അല്ലെങ്കിൽ റൈറ്റ് ടു ലൈഫ്, നമുക്ക് ജീവിക്കാനുള്ള അധികാരമുണ്ട് എന്ന ആർട്ടിക്കിൾ 21 നമുക്ക് പറയുന്ന പോലെ തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, റൈറ്റ് ടു ഡൈ, മരിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ടോ? മരിക്കാൻ ഓൾറെഡി നമുക്കറിയാം, പണ്ട് IPC 309 പറയുമായിരുന്നു, അതായത് ആത്മഹത്യ ശ്രമം കുറ്റകരമാണ്, IPC കുറ്റകരമാണ്, നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ആൻ അനാക്രോണിസ്റ്റിക് ലോ. നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാൻ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. പക്ഷേ റൈറ്റ് ടു ഡൈ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട കേസ് ഉണ്ട്, കോമൺ കോസ്. എക്സ്ട്രാ ഇൻഫർമേഷൻ തരികയാണ്. ഇറ്റ്സ് കോൾഡ് എ കോമൺ കോസ് വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസ് ഉണ്ട്. അതിൽ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നുണ്ട്. അത് റൈറ്റ് ടു ലൈഫ് ആണെന്ന് പറയും. റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി, ഡിഗ്നിറ്റിയോടെ മരിക്കാം എന്ന് പറയുന്ന ഒരു സെക്ഷൻ അവിടെ കാണുന്നുണ്ട്. റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 21 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ അത് കൂടുതലും ഉദ്ദേശിക്കുന്നത് യൂത്തനേഷ്യയാണ്, പാസീവ് യൂത്തനേഷ്യയാണ്. അത്രയും നിവൃത്തിയില്ലെങ്കിൽ മാത്രം വേണമെങ്കിൽ ചെയ്യാമെന്ന ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. സോ അതൊരു കേസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ വി ഷുഡ് ബി നോയിങ് ദിസ്. അപ്പൊ അങ്ങനത്തെ ഒരു ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഇത് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിട്ടനിൽ വരുന്നൊരു നിയമം എങ്ങനെയായിരിക്കും അത് ഉപയോഗിക്കാന്നുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ്, വി ഷുഡ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. 2 states, 2 leaders and a tale of reform. ഇതിൽ തമിഴ്നാട്ടിൽ പ്രധാനപ്പെട്ട കാര്യം, പെരിയാറും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് 1920കളുടെ കാലഘട്ടത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രം, നമ്മൾ വളരെ പ്രശസ്തമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ അഡ്ജസന്റ് സ്ട്രീറ്റിലൂടെ ഒന്നും ലോവർ കാസ്റ്റ് ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റിയിരുന്നില്ല. പിന്നെയല്ല അമ്പലത്തിൽ കയറുന്നത്. അപ്പൊ അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ ആ കാലത്തൊന്നും. അപ്പൊ ഇതിനെതിരെ വളരെ ശക്തമായിട്ട്, സോ ഇറ്റ് ഇസ് ആക്ച്വലി എ മെഷർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്.
അന്നത്തെ കാലത്തിന് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി പോരാടിയ വലിയൊരു ഒരു ഫൈറ്റാണ് വൈക്കം സത്യാഗ്രഹ. ഗാന്ധിജി എല്ലാവരും ഇത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അംബേദ്കറിനും എല്ലാവർക്കും, മഹാരാഷ്ട്ര എല്ലാ സ്റ്റേറ്റുകൾക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. നമ്മളത് നേടിയെടുക്കുക തന്നെ ചെയ്തു. സോ ഫൈനലി 1924 വലിയൊരു പെരിയാർ, ഇതിന്റെ തമിഴ്നാട്ടിൽ നിന്നും പെരിയാർ വന്ന് ജോയിൻ ചെയ്തു. ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഭാഗമായിരുന്നു, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഫൈനലി 1936 ക്ഷേത്രപ്രവേശന വിളംബരം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ കൊണ്ടുവന്നു. ജാതി മതമില്ലാതെ എല്ലാവർക്കും അമ്പലത്തിൽ കയറാമെന്ന് വന്നു. പിന്നീട് വളരെ പ്രധാനപ്പെട്ട 1939 മധുര മീനാക്ഷി ക്ഷേത്രത്തിലും അതേപോലെ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിലൊക്കെ താഴ്ന്ന ജാതിക്കാർക്കുള്ള ആൾക്കാർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റിയത്. അതേപോലെ 1947 ആയപ്പോൾ മദ്രാസ് പ്രസിഡൻസിയിലുള്ള ആർക്ക് വേണമെങ്കിലും ജാതി മത വ്യത്യാസമില്ലാതെ അമ്പലങ്ങളിൽ കയറാൻ പ്രവേശിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു. സോ ദീസ് പ്രൊവിഷൻസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതിൽ കുറെ കാര്യങ്ങൾ ചരിത്രം പറയുന്നുണ്ട്. 1924 കാര്യം പറയുന്നുണ്ട്. അംബേദ്കർ ഇത് എല്ലാം ഇൻസ്പിറേഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അംബേദ്കർ ലീഡിങ് ടു പ്രൊട്ടസ്റ്റ് ദി അംബാദേവി ടെമ്പിൾ ഇൻ കലറാം മന്ദിർ, ദളിറ്റ്സിനെയൊക്കെ പോകാൻ വേണ്ടിയുള്ള ഇൻസ്പിറേഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് പിന്നെ അടുത്ത് പ്രധാനപ്പെട്ട പറയുന്ന ഒരു കാര്യം ഓരോ ആക്ടുകളെ കുറിച്ചിട്ടാണ്. കേരളവും തമിഴ്നാടും വളരെയധികം എഫേർട്ട് എടുക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഓൾറെഡി ഇതിനകത്ത് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 25 പറയുന്നുണ്ടല്ലോ. ആർട്ടിക്കിൾ 25 എന്ന് പറയുമ്പോൾ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്. അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, ഈ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഒന്നും അല്ല. അവിടെയും സ്റ്റേറ്റിന് വേണമെങ്കിൽ ഇടപെടാം. വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റേറ്റിന് വേണമെങ്കിൽ ഇടപെടാം. ആർട്ടിക്കിൾ 25 is not absolute but it is subjected to public order, morality and health. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 25ന്റെ വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പബ്ലിക് മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് പബ്ലിക് മൊറാലിറ്റി, ഹെൽത്ത് ആൻഡ് അങ്ങനെ 2-3 സെക്ഷൻസോടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊറാലിറ്റി, പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, ഇത് വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റേറ്റിനും ഈ റൈറ്റുകൾ ഇടപെടാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. കേരളവും തമിഴ്നാടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബ്രാഹ്മിൻസ് അല്ലാത്ത ആൾക്കാരെയും പൂജാരിമാരെ ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിൽ കൂടുതലും പറയേണ്ട കാര്യങ്ങൾ. സോ വൈക്കം സത്യാഗ്രഹം ഹിസ്റ്ററിയിൽ GS പേപ്പർ 1 കൂടെ ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ്, ചീഫ് ജസ്റ്റിസ് നീഡ് ലോങ്ങർ ടെന്യൂഴ്സ്. ഈ പല ചീഫ് ജസ്റ്റിസുമാരെയും അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പ്രധാന നടക്കുന്ന പ്രശ്നം പറയുന്നത്, ഏതെങ്കിലും ഒരു ചീഫ് ജസ്റ്റിസിനെയൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. ഈ ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ് ചെയ്തതിനു ശേഷം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു നല്ല ടെന്യൂർ ഇല്ല. വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷത്തിന് താഴെ തന്നെ ഇവര് പോവാണ്. അപ്പൊ ഇവർക്ക് വേണ്ടത്ര ഒരു എന്താ പറയുക, ഒരു കോൺട്രിബ്യൂഷൻ നടത്താനോ ഒരു ഡെവലപ്ഡ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവരാനോ സമയമില്ല. ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്തു. ഇതിൽ പറയുന്നുണ്ട്, ഏതോ സ്റ്റേറ്റിൽ ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ് ചെയ്ത് 24 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് റിട്ടയർ ആയി അല്ലെങ്കിൽ മാറി. അപ്പൊ 24 ദിവസം തൊട്ട് ഏകദേശം 3 മാസം 4 മാസം എന്നൊക്കെ പറയുന്ന ചെറിയ കാലാവധിയിൽ വലിയ പ്രശ്നമാണെന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള രീതിയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടുമായിരുന്നു, 8 വർഷമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. പണ്ടൊരാളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 8 വർഷം വരെയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇല്ല. പഴയ ജസ്റ്റിസുമാരുടെ കാലം പറയുന്നത്, ബ്രിട്ടീഷ് സമയത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി. മൊത്തത്തിൽ ജസ്റ്റിസുമാർക്ക് കുറച്ചും കൂടെ കാലാവധി കൊടുത്താലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വാർത്തയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ ഗൂഗിൾ സെർച്ച് ആണ് ഇപ്രാവശ്യത്തെ ട്രെൻഡിങ്. ക്രിക്കറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഗൂഗിൾ ട്രെൻഡ് ചെയ്തിട്ടുള്ള ഡേറ്റ സെർച്ചിൽ വന്നിട്ടുള്ളത്. അതിൽ ഡെഫിനറ്റ്ലി മോഡി, IPL, T20, ഭാരതീയ ജനതാ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഒളിമ്പിക്സ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ സെർച്ചിൽ 2024 ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടൊരു കാര്യമാണ് എക്സസീവ് ഹീറ്റ്. എക്സസീവ് ഹീറ്റ് എന്ന് പറയുന്നതും വളരെയധികം, അപ്പൊ ആൾക്കാർ ചൂടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂട് അല്ലെങ്കിൽ ഹീറ്റ് റിലേറ്റഡ് കാര്യങ്ങളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യം എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് അവിടെ എത്ര ഉണ്ടെന്നുണ്ട്. പിന്നെ ഏറ്റവും നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഓണസദ്യ നിയർ മീ. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്താണ് ഓണസദ്യ നിയർ മീ. അവർക്ക് അടുത്ത് ഏറ്റവും കൂടുതൽ ഓണസദ്യ കിട്ടുന്ന എവിടെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സിനിമകളാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് ഹീരാമണ്ഡി, മിർസാപൂർ, അതേപോലെ സ്ത്രീ 2, കൽക്കി, 12th ഫെയിൽ ഒക്കെയാണ് ഏറ്റവും സെർച്ച് ചെയ്തിട്ടുള്ള സിനിമകൾ. ഓണസദ്യ നിയർ മീ, രാം മന്ദിർ നിയർ മീ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. സ്പോർട്സും കാര്യങ്ങളും തന്നെയാണ് അടിച്ചിട്ടുള്ളത്. ഒരു ജസ്റ്റ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ന്യൂസ്. ഇന്ത്യ ഡസ് നോട്ട് എൻഡോഴ്സ് ടേക്ക് ഹസീന സ്റ്റേറ്റ്മെന്റ്. അതായത് ഇന്ത്യ ഇങ്ങനത്തെ ഒരു ഇന്ത്യ ബംഗ്ലാദേശ് ഇഷ്യൂ വരുമ്പോൾ
ഇന്ത്യ വളരെ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കത്തുള്ളൂ. ഒരു സൈഡിൽ ഇവിടെ ഓൾറെഡി നമുക്കറിയാം, ഒരു സൈഡിൽ ഓൾറെഡി ഇവിടെ ഷെയ്ഖ് ഹസീന ഉണ്ട്, ഒരു സൈഡിൽ ഷെയ്ഖ് ഹസീന ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ട്, ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഗവൺമെന്റും ഉണ്ട്. ഇൻക്യുമെന്റ് അവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ ഭരിക്കുന്ന ഗവൺമെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സൈഡിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഷെയ്ഖ് ഹസീന ഉള്ള പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അവിടുത്തെ ഗവൺമെന്റ് ഉണ്ട്, മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഗവൺമെന്റ്. ഇപ്പുറത്തെ സൈഡിൽ ഇന്ത്യ ഉണ്ട്. സോ ഇന്ത്യ ഈസ് പ്ലേയിങ് വെരി സേഫ് ഗെയിം. ഇന്ത്യ ഡസ് നോട്ട് ബിലീവ് ഇൻ ഷെയ്ഖ് ഹസീന പറയുന്നത് മാത്രമൊന്നുമല്ല ഇന്ത്യ വിശ്വസിക്കുന്നത്. ഷെയ്ഖ് ഹസീന പറയുന്നത് മാത്രമൊന്നുമല്ല, ഇനി ഷെയ്ഖ് ഹസീന ഇപ്പോഴത്തെ ഗവൺമെന്റിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. ഇന്ത്യ ഇസ് ആക്ച്വലി ഗോയിങ് ഫോർ ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷനാണ്. ഷെയ്ഖ് ഹസീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ത്യ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായ ആൾക്കാരുടെ വ്യൂസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇന്ത്യ ധാക്ക റിലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുത്തെ ഷെയ്ഖ് ഹസീന ഒരുപാട് വീഡിയോ ഇറക്കി ബംഗ്ലാദേശ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. So interim government, India's relation with Bangladesh want beyond a particular political party or political government that India prioritize relation with the people of Bangladesh and would engage with the government. ഞങ്ങൾക്ക് അവിടുത്തെ ആൾക്കാരായിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നൊന്നും അല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നുണ്ട്. സോ അതേപോലെ തന്നെ ഇസ്കോണിന്റെ ഇഷ്യൂ പറയുന്നുണ്ട്, മൈനോറിറ്റി ഇഷ്യൂസ്, ഹിന്ദുസിന്റെ പ്രൊട്ടക്ഷൻ അവിടെ വേണമെന്നും ബംഗ്ലാദേശിൽ വേണമെന്നും നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനിൽ വന്നൊരു പ്രധാന കാര്യമാണ്, ഓൺലി ലൈറ്റ് ടച്ച് റെഗുലേഷൻ വിൽ ഹെൽപ്പ് ഇന്നോവേഷൻ. റേഡിയോ ബ്രോഡ്കാസ്റ്റേഴ്സിന് വേണ്ടി പറയുന്നതാണ്. അതായത് റേഡിയോ സെഗ്മെന്റിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാതിരിക്കുകയാണ് റേഡിയോയ്ക്ക് നല്ലതെന്നാണ് ഇതിൽ പറയുന്നത്. ഓൺലി ലൈറ്റ് ടച്ച് റെഗുലേഷൻ. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററാണ്, സെക്രട്ടറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഓൾറെഡി റേഡിയോ ഓപ്പറേറ്റേഴ്സ് ടെക്നോളജി അഡോപ്ഷൻ ഈവൻ ഇൻ ഫാർ ഫ്ലങ്, ഒരുപാട് മാറ്റങ്ങളൊന്നും വേണ്ട, ഒരുപാട് ചേഞ്ചസ് വന്ന റേഡിയോ നന്നാവില്ലെന്നാണ് പറയുന്നത്. സോ ഇതിൽ പറയുന്നുണ്ട് ഇന്ത്യ ഡിജിറ്റൽ റേഡിയോ ഭയങ്കര നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേറ്റിലും ഡിജിറ്റൽ റേഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. നല്ലതാണ്. പഴയ അനലോഗ് റേഡിയോനെക്കാട്ടും ഡിജിറ്റൽ റേഡിയോ കുറച്ചുകൂടെ നല്ലതാണ്. ഒരേ ഫ്രീക്വൻസി തന്നെ മൾട്ടിപ്പിൾ സ്റ്റേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പഴയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ഈ സ്റ്റക്ക് ആവുന്ന പരിപാടി, ട്രാൻസ്മിഷൻ ലോസ് പ്രശ്നങ്ങളൊന്നുമില്ല. അനലോഗ് പോലെയല്ല, ഡിജിറ്റൽ റേഡിയോ വരുന്നത് നല്ലതാണ്. അതേപോലെ എല്ലാ സിറ്റീസിലും, മിക്ക സിറ്റീസിലും FM സ്റ്റേഷൻസും ഡിജിറ്റൽ റേഡിയോ സിസ്റ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. ആൻഡ് ഗവൺമെന്റ് ഒരു പുതിയ കാര്യം കൊണ്ടുവരാൻ പോവുകയാണ്. ദേ ഗോയിങ് ടു ക്രിയേറ്റ് എ ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റ് പോളിസി ഫോർ പ്രൈവറ്റ് ബ്രോഡ്കാസ്റ്റേഴ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റ് പോളിസി കൊണ്ടുവരാൻ പോവുകയാണ് പ്രൈവറ്റ് ആൾക്കാർക്ക് വേണ്ടി. സോ ഡിജിറ്റൽ റേഡിയോയിലേക്ക് മാറിയത് വളരെ നന്നായി എന്നാണ് പറയുന്നത്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. സോ മിനിമൽ മാറ്റങ്ങൾ മതി റേഡിയോ ഇൻഡസ്ട്രിയിലാണെന്നാണ് ഗവൺമെന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പോയിന്റ് ഇവിടെ മനസ്സിലാക്കണം. പിന്നെ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് വാൻഡലിസം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റെപ്ലിക്ക ടേൺസ് വയലന്റ് ഇൻ പർബാനി ഡിസ്ട്രിക്ട്. മഹാരാഷ്ട്രയിലാണ് പർബാനി ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അവിടെ അംബേദ്കറിന്റെ സ്റ്റാച്യു പൊളിച്ചപ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ റെപ്ലിക്ക, ഒരു ഗ്ലാസ് ബോക്സിലുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ റെപ്ലിക്കയും തല്ലി തകർത്തു. മൊത്തത്തിൽ അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വയലൻസ് വന്നതിന് ശേഷം കണ്ടോ, വാൻഡലിസം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം പൊളിച്ചു കളഞ്ഞവര്. യു കൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. മൊത്തം തല്ലി തകർത്തു എന്ന് തന്നെ പറയുന്നത്, പർബാനി ഡിസ്ട്രിക്റ്റിൽ മൊത്തം തകർത്തു എന്ന് തന്നെ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ റെപ്ലിക്ക. സോ ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട്. അംബേദ്കറിന്റെ സ്റ്റാച്യു പൊളിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പൊളിക്കുന്നുണ്ട്. സോ നോ ദിസ്. ആൻഡ് അമിഡ് ക്രാക്ക് ഡൗൺ ബൈ പോലീസ്, UN ടീം വിസിറ്റ്സ് ജമ്മു സ്ലം ഹൗസിംഗ് റോഹിംഗ്യ മുസ്ലിംസ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മിയാൻമാറിന്റെ ഇഷ്യൂ നമുക്ക് വളരെയധികം മനസ്സിലാക്കണം. മിയാൻമാറിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാറ്റഗറി ബീങ് റോഹിംഗ്യാസ്. ഇവരെ അവിടെയും മൈൻഡ് ചെയ്യുന്നില്ല. റോഹിംഗ്യ മുസ്ലിംസിന് മ്യാൻമാറിലും വേണ്ട, ഇവിടെയും വേണ്ട. സോ ഒരുപാട് ആൾക്കാർ റോഹിംഗ്യാസ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശിൽ കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതിൽ പറയുന്ന കുറെ റോഹിംഗ്യാസ് മൈഗ്രേറ്റ് ചെയ്ത് ഇന്ന് ജമ്മുവിലെ തെരുവുകൾ, അവിടുത്തെ സ്ലംസിലാണ് ഈ റോഹിംഗ്യാസ് താമസിക്കുന്നത്. അവിടുത്തെ പല പോലീസും ലോക്കലായിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ ഈ മ്യാൻമാർ ഈ റോഹിംഗ്യക്കാരെ അവിടെ നിന്ന് തന്നെ അടിച്ചോടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പലർക്കും വെള്ളമൊന്നും കൊടുക്കുന്നില്ല. അത്ര മീനായിട്ടാണ് ഇവിടുത്തെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നുണ്ട് ഇങ്ങനെയല്ല, നമുക്ക് വളരെ പോസിറ്റീവായിട്ടും നമ്മൾ ഇവരെ ടാക്കിൾ ചെയ്യണം, കാരണം ഇവർ മൈഗ്രൻസ് ആണ്, വളരെ മോശം അവസ്ഥയിലാണ്, ഇവരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയും എതിർപ്പും കളഞ്ഞിട്ടും UN ടീം പോലീസ് അവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. യു ഷുഡ് റിമെമ്പർ വാട്ട് ഈസ് UNHCR, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് എന്നാണ് UNHCR. ഇവിടെ വന്ന് കാണുന്നുണ്ട്. യു ക്യാൻ സി സ്ലം ഹൗസിംഗിലാണ് ഇവർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ഇല്ലീഗലാണ് ഇവർ താമസിക്കുന്നത്. എന്തായാലും ഇല്ലീഗലാണെന്ന് എല്ലാവർക്കും അറിയാം.
അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇല്ലീഗൽ മൈഗ്രേഷൻ സിൻസ് നവംബർ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് കൂടുതലും. ഹാവ് ഒപ്പോസ് എനി മൂവ് ടു കട്ട് ഓഫ് എസെൻഷ്യൽ സപ്ലൈ ടു ദീസ് ഫാമിലീസ്. അവർക്ക് ഭക്ഷണവും വെള്ളം പോലും കൊടുക്കാതെ തന്നെ കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അത് മാറ്റണം. നോ ഇൽ ട്രീറ്റ്മെന്റ്. ദ ഗവൺമെന്റ് ഹസ് പാസ് ഡിറക്ഷൻസ് ഓഫ് സ്നാപ്പിംഗ് പവർ. ഇവരെ വേണ്ട രീതിയിൽ തന്നെ they cannot be treated like animals and left to die in winter. വിന്ററിൽ മരിക്കാൻ വിടാൻ പറ്റില്ല. അവരെ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് വേണം അവരെ മൈഗ്രൻറ്റിനെ അവരെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഇതും റോഹിംഗ്യാസ് എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ചിട്ടും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കോൺസുലർ ആക്സസ് പ്ലീ വേറൊന്നുമല്ല, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു ഖത്തറിലുള്ള ഒരു കേസാണ്. മുഹമ്മദ് ബാവ ഹു ഹാസ് ബീൻ സെർവിംഗ് എ ജയിൽ സെന്റൻസ് ഇൻ ഖത്തറിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണ് മുഹമ്മദ് ബാവ. 2016 തൊട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. സീക്കിംഗ് കോൺസുലർ ആക്സസ് ടു ഹിസ് സൺ കുഞ്ഞി ബാവ, റെപ്രസെന്റഡ് ബൈ അഡ്വക്കേറ്റ് ജയ്മോൻ ആൻഡ്രൂസ് കൊടുത്തൊരു കേസാണ്. നെസസറി ലീഗൽ ആൻഡ് പ്രൊസീജിയറൽ സപ്പോർട്ട് കൊടുക്കണമെന്നവർ ഹിസ് സിഗ്നേച്ചേഴ്സ് വർ അലജഡ്ലി ഫോർജ്ഡ് ടു ഷെയർ ട്രാൻസ്ഫർ. സോ ഓൾറെഡി ജയിലിൽ കിടക്കുന്ന ഒരാളുടെ സിഗ്നേച്ചർ ഫോർജ് ചെയ്ത് ഷെയർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് മുഹമ്മദ് ബാവയുടെ ഫാദറാണ് കുഞ്ഞി ബാവ കേസ് കൊടുത്തിരിക്കുന്നത്. ദറ്റ് ഹി ഈസ് ആസ്കിംഗ് ഫോർ കോൺസുലർ ആക്സസ്. സോ പ്ലീസ് റിമെമ്പർ, കോൺസുലർ ആക്സസ് ഇസ് എ കൈൻഡ് ഓഫ് ഒരു തരത്തിലൊരു ഫണ്ടമെന്റൽ റൈറ്റ് പോലെയാണ് ഫോർ പീപ്പിൾ ഹു ആർ ഇംപ്രിസൻഡ് ഇൻ പുറത്ത് രാജ്യത്തിൽ അറസ്റ്റിൽ കഴിയുന്ന അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാർക്ക് കിട്ടേണ്ടതാണ്. എന്തെങ്കിലും കാരണം വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ഒരാൾ ഇതേപോലെ തന്നെ ഖത്തറിന്റെ ജയിലിലാണെങ്കിൽ അയാൾക്കെതിരെ ഒരു കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഹി ഷുഡ് ഗെറ്റ് കോൺസുലർ ആക്സസ്. എംബസിയിൽ നിന്നും അയാൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം എന്നുള്ളത് അയാളുടെ റൈറ്റ് ആണ്. അത് കൊടുക്കണം എന്നാണ് കേസ് പറയുന്നത്. സോ അത്തരത്തിലുള്ള റൈറ്റ്സ് കൊടുക്കണം എന്നുള്ള ഫാക്റ്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ബാക്കിയെല്ലാം ഹിന്ദു ലിറ്റ് ഫോർ ലൈഫ് വരാൻ പോവാണ്. ഹിന്ദുവിന്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വരാൻ പോവാണ്. അതിനൊരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് ചെറിയൊരു വാർത്ത അത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭ ക്ലിയേഴ്സ് റെയിൽവേ ബിൽ ടു എൻഹാൻസ് ഇൻഡിപെൻഡൻസ് ഓഫ് റെയിൽവേ ബോർഡ്. റെയിൽവേന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു നിയമം വരാൻ പോവുകയാണ്. അതിന്റെ പേര് റെയിൽവേ അമെൻമെന്റ് ബിൽ 2024 ലോക്സഭ പാസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇത് പാസ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ all the provisions of the Colonial Railway Board Act 1905 are proposed to be incorporated in the ഈ പഴയ ആക്ട് ഉണ്ടല്ലോ, റെയിൽവേ ബോർഡ് ആക്ട് 1905 ഇനി ഇല്ല. ഇതിനെ മെർജ് ചെയ്തു. ഏതിലേക്ക്? റെയിൽവേ ആക്ട് 1989 മെർജ് ചെയ്തു ത്രൂ ദിസ് ബിൽ. അപ്പൊ ഇനി പഴയ നിയമമൊന്നുമില്ല, പുതിയ രീതിയിലുള്ള ആക്ട് ആണ്. 1900 ബ്രിട്ടീഷ് സമയത്തുള്ള ആക്ട്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ സമയത്തുള്ള ആക്ട് മാറ്റി ഇതും പുതിയതൊന്നുമല്ല, 1989 മെർജ് ചെയ്തു എന്നാണ് പറയുന്നത്. So it also proposed to amend the Railway Act to provide statutory backing to the Railway Board. So ഈ 89 ആക്ടിനെ മാറ്റിയിട്ട് ഇതിന് മാറ്റം കൊണ്ടുവന്നിട്ട് ഈ റെയിൽവേ ബോർഡ് എന്ന് പറയുന്നതിന് സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദ റെയിൽവേ ബോർഡ് ഇസ് ഗോയിങ് ടു ഗെറ്റ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്. സ്റ്റാറ്റ്യൂട്ടറി അധികാരം കിട്ടാൻ പോവുകയാണ്. അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ടു എൻഹാൻസ് ഫംഗ്ഷനിങ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് റെയിൽവേ ബോർഡിന് സ്റ്റാറ്റ്യൂട്ടറി പവർ കിട്ടാൻ പോവുകയാണ്. സോ അതേപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്, റെയിൽവേ സോൺസിനും കുറച്ചും കൂടെ പവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് വേരിയസ് കമ്മിറ്റി. ശ്രീധരൻ കമ്മിറ്റി പറഞ്ഞതിൻ്റെയൊക്കെ ബേസിസിലും ഒരുപാട് മാറ്റങ്ങൾ റെയിൽവേയിൽ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയും കൂടെ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററിനെ കൊണ്ടുവരുന്നുണ്ട് റെയിൽവേ ബോർഡിൽ. പ്ലീസ് റിമെമ്പർ, ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ഫോർ വാട്ട്? ടാരിഫ് നോക്കാനും സേഫ്റ്റി നോക്കാനും പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ നോക്കാനും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററും കൂടെ വേണം. സോ റെയിൽവേ ബോർഡ് സ്റ്റാറ്റ്യൂട്ടറി പവറിലേക്ക് വരാൻ പോവാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട. റെയിൽവേ ബോർഡ് പഴയ 1905 ആക്ട് മാറ്റാൻ പോവാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് മനസ്സിലാക്കണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ബംഗ്ലാദേശിലെ ഹിന്ദുസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് മമതാ ബാനർജി പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല അത്രയും. പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന 3 ആൾക്കാർ, മൈഗ്രേറ്റ് ചെയ്ത് വന്ന 3 ആൾക്കാർക്ക് 5 വർഷം ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. അത് മൈഗ്രേറ്റ് ചെയ്തതിന് മാത്രമല്ല, ഇവർക്ക് അൽഖ്വയ്ദ ഗ്രൂപ്പായിട്ട് ബന്ധമുള്ള കുറച്ച് ആൾക്കാരും കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്ത് ഇത്ര ഇട്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മൂവിങ് ഓൺ ടു നക്സലിസം, മാവോയിസം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ബസ്തർ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ അല്ലേ, എത്ര സാധാരണക്കാരാണ് മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ നക്സൽ ആൾക്കാർ കൊല്ലുന്നത്. ഇപ്രാവശ്യം കൊന്നിരിക്കുന്നതും കുറേ ആൾക്കാരാണ്. അവിടുത്തെ കുറേ വീട്ടുകാരെയൊക്കെ ഡ്രാഗ് ഫ്രം ഹോം, അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു എന്നാണ് പറയുന്നത് മാവോയിസ്റ്റുകൾ. അവിടുത്തെ BJP പ്രവർത്തകരെയും സാധാരണ വീട്ടുകാരെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടുത്തെ നക്സൽ ഗ്രൂപ്പുകളുണ്ട്. ഈ കൊന്ന ആൾക്കാരെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ കുറേ ഇവിടെ ഗ്രാമം ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ കുറേ ഗ്രാമത്തിലുള്ള ആൾക്കാരെയൊക്കെ നക്സലർ പിടിച്ചോണ്ട് പോകും. അവർ പിടിച്ചോണ്ട് പോയിട്ട് ഇവരെ കൊല്ലും.
പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പോലീസ് ഇൻഫോമേഴ്സ് ആണെന്നാണ്. ഇപ്പുറത്തെ സൈഡിൽ പോലീസ് ഉണ്ട്. ഈ പറഞ്ഞ ഗ്രാമത്തിലെ ആൾക്കാരിൽ നിന്നും പോലീസ് ഇൻഫർമേഷൻ കിട്ടും നക്സലൈറ്റ്സിനെ കുറിച്ചിട്ട്. അപ്പൊ ഈ പറഞ്ഞ നക്സലൈറ്റ്സ് പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാരെ റാൻഡം ആയിട്ട് കൊണ്ടുവന്ന് കൊല്ലുകയാണ്. ജസ്റ്റ് ഇമാജിൻ, ഇത് ഇന്നൊന്നിലും തുടങ്ങിയൊന്നുമല്ല. ഇറ്റ്സ് എ വെരി സാഡ് തിങ്. അപ്പൊ അത് വളരെ ഡിഫിക്കൽട്ട് ആണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പാരന്റ്സ് ഡൊണേറ്റ് ബോഡി ഓഫ് ന്യൂ ബോൺ ബേബി ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഒരു ചെറിയ കുട്ടിയാണ്. പേരൻസിന്റെ പേര് തന്നെ റാം മെഹ്റ ആൻഡ് നാൻസി ആണ്. അവരുടെ ചെറിയ ബേബിയാണ്. ഇതാണ് ഹാർട്ട് എയിൽമെന്റ്. 60 hours ആഫ്റ്റർ ഷീ വാസ് ബോൺ. ജനിച്ചിട്ട് 60 മണിക്കൂർ ആയപ്പോൾ തന്നെ ആ കുട്ടി ഹാർട്ട് കണ്ടീഷൻ കൊണ്ട് മരിച്ചു. ആ കുഞ്ഞിനെ 60 വയസ്സായ ബേബീനെ ഇവര് മെഡിക്കൽ ബോർഡിന് ഡൊണേറ്റ് ചെയ്തു. അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി സ്വന്തം ബോഡി ഡൊണേറ്റ് ചെയ്യുന്ന കുട്ടിയുടെ ബോഡി ഡൊണേറ്റ് ചെയ്തു. ഐ തിങ്ക് ദിസ് ഇസ് ദ സ്മോളസ്റ്റ് പേഴ്സൺസ് ബോഡി ടു ബി ഡൊണേറ്റഡ് ടു ദ മെഡിക്കൽ എഡ്യൂക്കേഷൻ. റെക്കോർഡാണ്. ഇത്രയും കൊച്ചുകുട്ടീനെ ഇതുവരെ ഡൊണേറ്റ് ചെയ്തിട്ടില്ലെന്നാണ് റെക്കോർഡ് പറയുന്നത്. സോ അതൊരു വാർത്തയാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ILO റിപ്പോർട്ട് ആസ്ക് നേഷൻസ് ടു അപ്ഹോൾഡ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ അറ്റ് വർക്ക്. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് സിവിൽ സർവീസിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, എന്താണ് സോഷ്യൽ ഡയലോഗ് റിപ്പോർട്ട് അല്ലെങ്കിൽ SDR? എന്താണ് SDR? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് അല്ല, ഇറ്റ്സ് സോഷ്യൽ ഡയലോഗ് റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. സോ ഇത് ILO ഇറക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. പരീക്ഷയ്ക്ക് പ്രിലിംസിന് ചോദിക്കാം. സോഷ്യൽ ഡയലോഗ് റിപ്പോർട്ട് ഇസ് റിലീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? A, വേൾഡ് ബാങ്ക്, B, IMF, C, OECD, D, ILO എന്ന് ചോദിച്ചാൽ അത് ILO ആണെന്ന് ഓർമ്മ വേണം. സോഷ്യൽ ഡയലോഗ് റിപ്പോർട്ട്. സോ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ കഥ പറഞ്ഞുതരാം. ഒരു സൈഡിൽ വർക്കേഴ്സ് ഉണ്ട്, ജോലി പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു സൈഡിൽ ഇവരുടെ എംപ്ലോയേഴ്സ് ഉണ്ട്, ഇവരെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ മുതലാളിമാരും അല്ലെങ്കിൽ മിൽ തൊഴിലാളികളും അല്ലെങ്കിൽ ഇവരുടെ മുതലാളികളും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ ഇപ്പുറത്തെ സൈഡിൽ ഗവൺമെന്റ് ഉണ്ട്. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ദ വേൾഡ്, മാറി വരുന്ന ലോകം. അതായത് മാറി വരുന്ന ലോകം എന്ന് പറയുമ്പോൾ പുതിയ ടെക്നോളജി, പുതിയ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മാറി വരുന്ന ലോകം. സോ ഇതിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ, ഞാനിത് പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടാൽ മതി പോയിന്റ്. ഈ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്നും വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവർക്ക് ഈ പറയുന്ന ഈ വർക്കേഴ്സും ഗവൺമെന്റും എംപ്ലോയേഴ്സും മാറി വരുന്ന കാര്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, ശരിക്കും പറഞ്ഞാൽ വർക്കേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ്, മാറി വരുന്ന വേൾഡ്, ഇതെല്ലാവരും കൂടെ ചേർന്ന് വന്ന ഒരു ഡിസ്കഷൻ. അതായത് അവിടെ വേണ്ട വാക്കാണ് സോഷ്യൽ ഡയലോഗ്. ഒരു സോഷ്യൽ ഡയലോഗ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് മുന്നോട്ടുള്ളൂ എന്നുള്ള സത്യമാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? വർക്കേഴ്സിന് പുതിയ മാറുന്ന ടെക്നോളജിയെ കുറിച്ചൊന്നും പറയാം. അപ്പോൾ വർക്കേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് പുതിയ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നതിനാണ് സോഷ്യൽ ഡയലോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ വർക്കേഴ്സ് തന്നെ പറയുന്നുണ്ട്, പല എംപ്ലോയേഴ്സും ഇവർക്ക് വേണ്ടത്ര റൈറ്റുകൾ കൊടുക്കുന്നില്ല. പണിക്കാർക്കും ജോലിക്കാർക്കും വർക്കേഴ്സിനും അവർക്ക് അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള റൈറ്റ് കൊടുക്കുന്നില്ല, ബാർഗെയിനിങ് പവർ കൊടുക്കുന്നില്ല. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സാംസങ്ങിന്റെ ഒരു ഫാക്ടറിയിൽ പ്രശ്നം നടന്നിരുന്നു. അപ്പൊ അതിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഇവർക്ക് ബാർഗെയിനിങ് പവർ ഇല്ല, നെഗോസിയേഷൻ പവർ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഒരു അവരുടെ വോയിസ് റേസ് ചെയ്യാനുള്ള അധികാരവും ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോഷ്യൽ ഡയലോഗ് വേണം. കാര്യം ക്ലിയർ ആണല്ലോ? ഇത്ര കാര്യം ഇതിനകത്ത് പറയുന്നുള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇറ്റ്സ് കോൾഡ് PSLD. അതും കൂടെ PLSD എന്നാണ്. PLSD എന്ന് പറയുന്ന ഒരു വാചകം കൂടെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഇവിടെ ഓർക്കണം. ഇറ്റ്സ് പീക്ക് ലെവൽ സോഷ്യൽ ഡയലോഗ്. പീക്ക് ലെവൽ സോഷ്യൽ ഡയലോഗ് എല്ലാവരും കൂടെ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കഥ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത പ്രധാനപ്പെട്ട കേസ് മലേറിയ ആണ്. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ ഹാഫ് ഓഫ് മലേറിയ കേസസ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. കണ്ടോ? അപ്പൊ ഇന്ത്യ വളരെ മോശം റെക്കോർഡാണ് കാണിക്കുന്നത്. ഇന്ത്യയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പകുതി മോർ ദാൻ 50% കേസസ് ഇന്ത്യയിൽ നിന്നാണ് മലേറിയയുടെ കേസ് വരുന്നതെന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നമല്ലേ? അപ്പൊ അത് വലിയൊരു ചലഞ്ചായിട്ടല്ലേ നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പൊ അത് വലിയൊരു ചലഞ്ചായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. സോ ലെറ്റ്സ് ടേക്ക് സം ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് എസ്റ്റിമേറ്റഡ് മലേറിയ ഡെത്ത്സ് കുറഞ്ഞു. പക്ഷെ അപ്പോഴും ഇന്ത്യ ആൻഡ് ഡെത്ത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യയും ഇന്തോനേഷ്യയും, അതാണ് അടുത്ത രാജ്യം പ്രധാനപ്പെട്ടത്, ഇന്തോനേഷ്യയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും തന്നെ ഏകദേശം 88% മലേറിയൽ ഡെത്ത്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ 88% ഓഫ് മലേറിയൽ ഡെത്ത്സ് attributed to all of this. അവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. സോ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 0 കേസസ് ഓഫ് മലേറിയ കൂടിയ സ്ഥലങ്ങളും ഉണ്ട്, കുറഞ്ഞ സ്ഥലങ്ങളും ഉണ്ട്. 0 ഉണ്ടോ?
ടിമോർ ലെസ്തെ ആൻഡ് ഭൂട്ടാൻ റിപ്പോർട്ടഡ് 0 കേസസ് ഓഫ് മലേറിയ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടിമോർ ലെസ്തെ ഭൂട്ടാൻ്റെ മലേറിയ ഇല്ല. അപ്പോൾ മലേറിയ ഉണ്ടായിരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പറയുന്നുണ്ട് ഏകദേശം 2.2 ബില്യൺ കേസ് ഓഫ് മലേറിയ, ഇത്ര ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ലേറ്റസ്റ്റ് വേൾഡ് മലേറിയ റിപ്പോർട്ടാണ് WHO. ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. 2024 44 രാജ്യങ്ങൾ ആൻഡ് 1 ടെറിട്ടറി ഹാസ് ബീൻ മലേറിയ ഫ്രീ. WHO മലേറിയ ഫ്രീയും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്. സോ ഹാഫ് ഓഫ് ഓൾ മലേറിയ പേഷ്യൻസ് ഇന്തോനേഷ്യ വളരെ കൂടുതലാണ്. പിന്നെ ഇന്ത്യയിൽ ബാക്കിയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ മലേറിയ വളരെ കൂടുതലാണെന്നുള്ളൊരു ഫാക്ടറും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കണം. അത് ഇവിടെ നമുക്ക് ക്ലീൻ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഇനി അടുത്ത് എനിക്ക് തോന്നുന്നു ബിസിനസ് പേജ് നോക്കുകയാണെങ്കിൽ വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കാട്ടും RBI പുതിയ ഗവർണർ ചാർജ് എടുത്തിട്ടുണ്ട്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. സെൻട്രൽ ബാങ്ക് ബോസ് ഹു ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ് ഇഷ്ടമുള്ള പ്രധാനപ്പെട്ട അന്നത്തെ റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയാണ് 26 ഗവർണർ ഓഫ് RBI. അദ്ദേഹം RBIയുടെ ഗവർണർ ആയിരിക്കുകയാണ്. സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സഞ്ജയ് മൽഹോത്ര happens to be a 90, ഇതിനകത്ത് ഡീറ്റെയിൽ ഉണ്ടോ എന്ന് അറിയില്ല. ഹി happens to be a വിത്ത് സ്ട്രേറ്റ് ബാറ്റ് കമ്മിറ്റിംഗ്. സോ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ക്രിക്കറ്റ് ലവർ, കോഫി ലവർ, ക്രിക്കറ്റും കോഫി ഇഷ്ടപ്പെട്ട ഒരാളാണെന്നാണ് പറയുന്നത്. ഗവർണർ ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യം, ഐ തിങ്ക് ഐ ഹവ് റെഡ് മോർ അബൌട്ട് ദിസ് മാൻ. സോ ഗവർണർ മൽഹോത്ര ഐ തിങ്ക് ഈസ് എ 1990 ബാച്ച് IAS ഓഫീസർ. സോ ഡെഫിനറ്റ്ലി IAS കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നാളെ ആണെങ്കിൽ RBI ഗവർണർ ആവാം എന്നുള്ള ഒരു പൊസിഷനും കൂടെ ഉണ്ട്. സോ ഈസ് എ 1990 ബാച്ച് IAS ഓഫീസറാണ് RBI ഗവർണർ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇനി RBIയുടെ വരും ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വാർ സ്പറിംഗ് ഇൻഫ്ലേഷൻ, ഗവൺമെന്റ്സ് മസ്റ്റ് ബോറോ റെസ്പോൺസിബിലിറ്റീസ്, ഫിനാൻസ് മിനിസ്റ്റർ. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ സൈഡിൽ ഇന്ത്യ ഉണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ വേൾഡ് ഉണ്ട്. അപ്പോൾ വേൾഡിൽ എപ്പോഴും സംഭവിക്കുന്ന ഫാക്ടർ, ഇപ്പോൾ കഴിഞ്ഞ യുക്രൈൻ റഷ്യ വാർ ആണെങ്കിലും ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ, ഒരുപാട് വാർ നിൽക്കുകയാണ്. അപ്പോൾ ഈ ലോകം മൊത്തം വാറിന് പോകുന്തോറും പ്രൈസസ് ഭയങ്കര പ്രശ്നമാണ്. കോമഡിറ്റീസിന്റെ പ്രൈസസ് മാറിക്കൊണ്ടിരിക്കും, വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം ഇങ്ങനത്തെ വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ, ചെറിയ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങൾക്കെല്ലാം ഈ പ്രൈസ്, ലോകത്തെ വാർ കൂടുന്നതനുസരിച്ച് പ്രൈസിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇത് ഇന്ത്യ പോലത്തെ രാജ്യത്തിന് നല്ലതല്ല. അപ്പോൾ മിനിസ്റ്റർ പറയാണ്, ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇന്ത്യ ഇപ്പം ഇന്ത്യ ഇപ്പോഴത്തെ സൈഡിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോഴത്തെ സൈഡിൽ നിന്നിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പൈസ, ഇപ്പോൾ ഇത് കടം വാങ്ങിക്കുന്ന ഇവിടെ നിന്നും പൈസ കടം വാങ്ങിക്കുകയാണ്. ഇറ്റ്സ് ദേ ആർ ടേക്കിംഗ് എ ലോൺ. ഇവിടെ നിന്നും ഗവൺമെന്റ് കടം വാങ്ങിച്ച് കൂട്ടുമ്പോൾ ഗവൺമെന്റ് വളരെയധികം ആലോചിക്കണം, ഈ പൈസ ഗവൺമെന്റിന് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്ന് പറയുന്ന സംഭവത്തിൽ ഗവൺമെന്റ് ആലോചിച്ചിട്ട് വേണം പൈസ കടം വാങ്ങിക്കാൻ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്. സോ CCI മേ ടാക്കിൾ സ്റ്റാഫ് പോച്ചിങ്. എന്താണ് ഈ കോൺസെപ്റ്റ് ഓഫ് ടാലന്റ് പോച്ചിങ്? സ്റ്റാഫ് പോച്ചിങ്ങിനെക്കാട്ടും കൂടുതൽ ദ കോൺസെപ്റ്റ് ഓഫ് ടാലന്റ് പോച്ചിങ്. ഇത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. ടാലന്റ് പോച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ടാലന്റ് പോച്ചിങ്? വേറൊന്നുമല്ല, ഇപ്പോൾ CCI എന്ന് പറയുമ്പോൾ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓൾറെഡി ഇന്ത്യയിൽ കോമ്പറ്റീഷൻ ലെവൽ പ്ലേയിങ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ ഒരു X എന്ന് പറയുന്ന ഒരു പ്ലെയറിന് കൂടുതൽ റൈറ്റ്സും YZABC എന്നൊക്കെ പറയുന്ന കമ്പനീസിനെല്ലാം വേണ്ടത്ര റൈറ്റ് ഒന്നുമില്ല. കോമ്പറ്റീഷൻ വിരുദ്ധമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ CCI ഇടപെടും. CCI ഇടപെട്ടിട്ട് പറയും, വേണ്ട, എല്ലാവരും തുല്യമായിട്ട്, ദർ ഷുഡ് ബി എ ഫെയർ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. അതാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. X എന്ന് പറയുന്ന വലിയൊരു കമ്പനിയാണെന്ന് വിചാരിക്കാം. ഇവിടെ ചെറിയൊരു കമ്പനിയുണ്ട്, A എന്ന് പറഞ്ഞ ചെറിയൊരു കമ്പനിയുണ്ട്. ഈ X എന്ന് പറയുന്ന കമ്പനി, ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ വലിയ കമ്പനീസ് ഉണ്ട്. A എന്ന് പറയുന്ന കമ്പനിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെറിയ രീതിയിൽ ചെയ്യുന്ന കമ്പനിയാണ്. ഈ X എന്ന് പറയുന്ന വലിയ കമ്പനി ചെറിയ കമ്പനീനെ, സ്റ്റാഫിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ടേക്ക് വലിക്കും. ദിൽ ടേക്ക് ദ സ്റ്റാഫ്. സോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ A എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് ചിലപ്പോൾ കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ 1 ലക്ഷം രൂപയായിരിക്കും മാസം കിട്ടുന്നത്. ഇവിടെ അതേ കമ്പനി ഇവിടെ പറയുന്ന ശമ്പളം അവർ പറഞ്ഞ ഒരു മാസം ഞങ്ങൾ വേണമെങ്കിൽ 22 ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സ്റ്റാഫിനെ ഈ X കമ്പനി വലിച്ചുകൊണ്ട് പോകും. ദേ ആക്ച്വലി ഡ്രോ ദം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവർ വലിയ ബിഗ് ടെക് കമ്പനീസ് ആണ്. പക്ഷേ ഈ ചെറിയ കമ്പനി, A പോലത്തെ കമ്പനി നശിച്ചു പോകും. ബിക്കോസ് അവർക്ക് ടാലന്റ് ഇല്ല, അവർക്ക് എന്തായാലും ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ദർ ഇസ് ആൻ അൺഫെയർ കോമ്പറ്റീഷൻ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. X ഒരു അൺഫെയർ കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യല്ലേ? അൺഫെയർ കോമ്പറ്റീഷൻ വന്നാൽ ഉടനെ CCI വരും. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിൽ കം ഇൻ ടു പ്ലേസ്.
അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി അടുത്ത ഇന്റർനാഷണൽ റിലേഷൻസ് പേജിൽ പോകുമ്പോൾ ഇന്നും ആസ് യൂഷ്വൽ ഗാസയെ ഓരോ ദിവസം മിനിമം 30 പേരെയെങ്കിലും ഇസ്രായേൽ കൊല്ലും. സോ വാട്ട് ആർ ഡിഫിക്കൽട്ട് സ്ട്രാറ്റജി. അത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിന്റും. പിന്നെ സൗത്ത് കൊറിയയിലെ പ്രസിഡൻഷ്യൽ കാര്യം, മ്യാൻമാറിൽ അവിടെ ബോർഡർ റീജിയൻ, അവിടുത്തെ എത്നിക് ബോർഡർ റീജിയനും കൂടെ കയ്യേറിയെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ മ്യാൻമാറിലെ ക്രൈസിസ് ഉണ്ട്, അതേപോലെ സിറിയൻ ക്രൈസിസ് ഉണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് സിറിയൻ ക്രൈസിസിനെ കുറിച്ചാണ്. ട്രംപിന്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നുണ്ട്. ട്രംപ് വന്നാൽ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രംപിനെ സംബന്ധിച്ചോളം വെസ്റ്റ് ഏഷ്യ, ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇഷ്യൂ, ഇറാൻ, ലെബനനിൽ നടക്കുന്ന ഇഷ്യൂ, അതേപോലെ സിറിയൻ ക്രൈസിസ്, ട്രംപിനെ സംബന്ധിച്ചോളം വെസ്റ്റ് ഏഷ്യൻ ഇഷ്യൂവിനെക്കാട്ടും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് റഷ്യ യുക്രൈൻ വാർ. ഇതാണ് ട്രംപിന്റെ വാദം. റഷ്യ യുക്രൈൻ വാർ ആണ് കൂടുതൽ പ്രോബ്ലം. വെസ്റ്റ് ഏഷ്യയിൽ പറയുന്നുണ്ട് ഇനി സിറിയൻ ക്രൈസിസിലൊന്ന് അമേരിക്ക ഇടപെടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. സിറിയയിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ സോൾവ് ചെയ്തോന്നില്ലേ, റഷ്യ യുക്രൈൻ പ്രശ്നമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാലാണ് ലോകത്തിന് സമാധാനം കിട്ടുന്നതാണ് ട്രംപിന്റെ വാദം. സോ വെസ്റ്റ് ഏഷ്യയിലും അമേരിക്ക ഒരുപാട് അങ്ങോട്ട് ഇടപെടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, പിന്നെ ഇനി അടുത്തൊരു ദിവസം ഞാൻ ഇനി സിറിയൻ ക്രൈസിസ് മൊത്തത്തിൽ പഠിപ്പിച്ചത്. ഇത് ഒറ്റ വാക്കിൽ പഠിപ്പിക്കാൻ വളരെ പാടാണ്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, സിറിയയിൽ ഓൾറെഡി നമുക്കറിയാം, സിറിയയിൽ ഇവിടെ നിൽക്കുകയാണ്. സിറിയയിൽ ഓൾറെഡി ക്രൈസിസ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിറിയയിൽ ഓൾറെഡി ക്രൈസിസ് ഉണ്ട്. അവിടെ ഓൾറെഡി അസാദ് ഗവൺമെന്റ് ഓൾറെഡി 10-50 വർഷങ്ങളായിട്ട് ബഷർ അൽ അസാദിന്റെ ഗവൺമെന്റ് ഭരിക്കുകയാണ്, അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഭരിക്കുമ്പോൾ ഇവിടെ ഒപ്പോസിഷൻ ഉണ്ട്, ഒപ്പോസിഷൻ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട്. ഇവർക്ക് ആർക്കും ഈ ഗവൺമെന്റിന് ഇഷ്ടമല്ല. ഇപ്പുറത്തെ സൈഡിൽ കുർദിഷ് ഫോഴ്സുകളുണ്ട്, വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഒപ്പോസിഷൻ ഫോഴ്സസ് ഉണ്ട്. ആൻഡ് ഇവരെല്ലാം സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇവിടെ ടർക്കി പുറത്തുനിന്നുണ്ട്, ഇറാൻ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെസ്ബുള്ള പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട? എല്ലാവരും പുറത്തുനിന്ന്. ജോർദൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സിറിയയിലെ അസാദ് ഗവൺമെന്റിനെ താഴെ ഇട്ടു. ഒപ്പോസിഷൻ എല്ലാവരും കൂടെ ചേർന്നിട്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് സിറിയൻ ഗവൺമെന്റിനെ താഴെ ഇട്ടു. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഹിയർ ഇസ്, നമുക്ക് പഠിക്കേണ്ടത് HTS എന്താണെന്നാണ്. വാട്ട് ഇസ് HTS? ഹയത്ത് തഹ്രീർ അൽ ഷാം. ജൊലാനി എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആൾ, അൽ ജൊലാനി എന്ന് പറഞ്ഞ ആളും ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. സോ ഹയത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ പറയുന്ന ബസദ് ഗവൺമെന്റിനെ താഴെയിട്ടു. സോ ഒബ്വിയസ്ലി അസദ് ഗവൺമെന്റിന്, ബഷർ അൽ അസാദിനെ ഒബ്വിയസ്ലി അയാൾ റഷ്യയിലേക്ക് പോയി. റഷ്യ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അയാൾ റഷ്യയിലേക്ക് പോയി. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇനി HTS ആണ് പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നോ? HTS ആണോ പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കുക? അവിടെ കുർദിഷ് ഫോഴ്സസ് ഉണ്ട്. ഇനി എന്താന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഇനി ഇവരൊക്കെയാണോ ഭരിക്കേണ്ടത് എന്നൊക്കെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സോ ഈ സിറിയൻ ഗവൺമെന്റ് നശിച്ചു പോകാനുള്ള പ്രധാന കാര്യം പറയുന്നുണ്ട്. അവർക്ക് ഓൾറെഡി സിറിയൻ ഗവൺമെന്റ്, ഇപ്പോഴുള്ള സിറിയൻ ഗവൺമെന്റ് നശിച്ചു പോകുന്ന ഒരുപാട് സംഭവമുണ്ട്. ഇവർക്ക് സ്വന്തമായിട്ട് പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർ കംപ്ലീറ്റ്ലി കുറെ ആൾക്കാർ ഇറാനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു, അതേപോലെ ഹെസ്ബുള്ളയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരെ ഇവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഈ ഡിപ്പെൻഡൻസി ഒക്കെ കട്ടായി. ഇപ്പൊ ഹെസ്ബുള്ള ഓൾറെഡി ഇസ്രായേലിനോട് ഫൈറ്റ് ചെയ്ത് തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഓൾറെഡി വളരെ വീക്കാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ അറ്റാക്ക് ആണെന്ന് വെച്ചാൽ ഇറാൻ എല്ലാ ആൾക്കാരും അവരവരുടെ കാര്യത്തിൽ ബിസി ആയതുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങ് മൊത്തത്തിലെ ഒരു ഇഷ്യൂ മനസ്സിലാക്കണം. സോ എന്തായാലും അസദ് ഗവൺമെന്റ് താഴെ പോയിട്ടും, പ്രധാന ഇഷ്യൂ പറയുന്നത് അസദ് ഗവൺമെന്റ് താഴെ പോയി. ഇവർ താഴെ പോയി കഴിഞ്ഞാലും ഇപ്പോഴും സിറിയയുടെ അവസ്ഥ മോശം തന്നെയാണ്. വേറെ കുറെ ഒപ്പോസിഷൻ ലീഡേഴ്സ് ഉണ്ട്, HTS ഉണ്ട്, കുർദിഷ് ഫോഴ്സസ് ഉണ്ട്, പുറത്തുള്ള രാജ്യങ്ങൾ, ഇറാൻ, ജോർദൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോഴും ദ സിറ്റുവേഷൻ ലുക്സ് വെരി മെസ്സി എന്നാണ് പറയുന്നത്. സിറ്റുവേഷൻ ഈസ് ആബ്സല്യൂട്ട്ലി മെസ്സി. ഇത്രയും കഴിഞ്ഞിട്ടും സിറിയയിൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഇപ്പോഴൊരു സൊല്യൂഷൻ ആയിട്ടില്ല. അപ്പൊ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട സിറിയൻ ഇഷ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. സോ അടുത്ത വാർത്തകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. സോ കീപ് ലിസ്ണിംഗ് ടു IAS Factor. This is Arjun R. Shankar. Thank you so much.